ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ എടുത്തേക്കുന്ന 2 ചാപ്റ്റേഴ്സ് ഏതൊക്കെയായിരുന്നു? സൊല്യൂഷൻ അല്ലെ, കംപ്ലീറ്റ് ചെയ്തു. കണ്ടന്റ് ഓർമ്മയുണ്ടല്ലോ. ദെൻ നെക്സ്റ്റ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്ന ഏതായിരുന്നു? ഹാലോ ആൽക്കേൻ ആൻഡ് ഹാലോ അരി കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ നമുക്ക് ഈ 2 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് അടുത്ത മാസം അല്ലെ, ഇപ്പൊ ഒരു അടുത്ത ക്ലാസ് കൂടി കഴിയുമ്പോഴേക്കും വെക്കേഷൻ നമുക്ക് വിടും. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ എക്സാം ആണ്. ഈ 2 ചാപ്റ്റർ അൾട്രാ ക്ലിയർ ആയിട്ട് ഇൻഡിവിജ്വലി ചെക്ക് ചെയ്യുക കേട്ടോ, എക്സാം പോലെ ഇടും. ദെൻ ഓരോരുത്തർ പറഞ്ഞൊക്കെ കേൾപ്പിച്ച് ക്ലിയർ ചെയ്യുക, പിന്നെ അങ്ങ് കറക്റ്റ് ആയിട്ട് പോകുക എന്നുള്ളതാണ്. നെക്സ്റ്റ് മന്തിൽ 15th ഓൺവേർഡ്സ് നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. 20th ആകുമ്പോഴേക്കും ക്ലോസ് ചെയ്തിട്ട് അടുത്ത മാസം 15th പിന്നെ എക്സാം വരെ അല്ലെ, മറന്നു നോക്കാം. അപ്പോൾ നമുക്ക് ഹാലോ ആൽക്കേൻ ആൻഡ് ഹാലോ അരീനിൽ എടുത്ത കണ്ടന്റ് അവിടെ തൊട്ട് തുടങ്ങാം. എന്നിട്ട് ലാസ്റ്റ് സൊല്യൂഷൻ കൂടി ഒന്ന് പറയാം അല്ലെ. ഹാലോ ആൽക്കേൻ ആൻഡ് ഹാലോ അരീനിൽ ഫസ്റ്റ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു? ക്ലാസിഫിക്കേഷൻ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. പിന്നെ എന്തൊക്കെയായിരുന്നു? അലൈലിക്, വിനൈലിക്, ബെൻസൈലിക്, അരൈൽ അല്ലെ, പുറത്തു നോക്കാം. അങ്ങനെ ക്ലാസിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിന്റെയൊക്കെ അല്ലെ ഓരോ എക്സാമ്പിൾസ് ഒക്കെ എഴുതി വെച്ചു. അത് കഴിഞ്ഞിട്ട് നോമൻക്ലേച്ചർ ചെയ്തു. അത് കഴിഞ്ഞ പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കേൻ. ഫസ്റ്റ് ഹെഡിങ് ഫ്രം ആൽക്കഹോൾ, സെക്കൻഡ് ഹെഡിങ് ഫ്രം ഹൈഡ്രോകാർബൺ, തേർഡ് ഹെഡിങ് ഹാലജൻ എക്സ്ചേഞ്ച് കേട്ടോ, ഓർത്ത് നോക്കാം. അതില് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ അല്ലെ ഹാലജൻ എക്സ്ചേഞ്ച് ഒക്കെ വരെ എടുത്തു. ഫ്രം ആൽക്കഹോളില് ROH പ്ലസ് SOCl2 അല്ലെ. അതുപോലെ ഫ്രം ഹൈഡ്രോകാർബണില് ആദ്യം ആൽക്കെയിനില് ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ. പിന്നെ എന്തായിരുന്നു നെക്സ്റ്റ് അല്ലെ? മാർക്കോണിക് ഓഫ് റൂൾഡ് ഇത് ഉണ്ടായിരുന്നു. ദെൻ സാൻമേസ് ഉണ്ടായിരുന്നു അല്ലെ. അങ്ങനെ ഇക്വേഷൻസ് ഒക്കെ ഫിങ്കിൾസ്റ്റീൻ, സ്വാർട്സ്, അതൊക്കെയാണ് പ്രിപ്പറേഷനിൽ മെയിൻ ആയിട്ട് വന്നേക്കുന്നത്. അത് കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹാലോ ആൽക്കേൻ എടുത്തു. ഓർമ്മയുണ്ടോ? ഫിസിക്കൽ പ്രോപ്പർട്ടി ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് അല്ലെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. അതിൽ ബോയിലിംഗ് പോയിന്റ് എങ്ങനെയായിരുന്നു നമ്മൾ നോക്കുന്നത്? വെരി ഗുഡ്. ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇയാൾ പറഞ്ഞ വേർഡ് ആയിരിക്കണം എവിടെയായാലും എന്താണ്? വാണ്ടർവാൾ ഫോഴ്സ്. അതെന്തായിരിക്കും? ഡൈപോൾ. അപ്പൊ എനി കോമ്പൗണ്ട് ഹയർ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കണം? വാണ്ടർവാൾ ഫോഴ്സ് ഹയർ ആയിരിക്കും. ഹാലോ ആൽക്കേൻ RX അല്ലെങ്കിൽ CH3Cl, CH3Br അങ്ങനെ വരുന്ന ഹാലോ ആൽക്കെയിനില് മെയിൻ ആയിട്ട് വരുന്നത് ഡൈപോൾ വാണ്ടർവാൾ ഫോഴ്സ്. ഡൈപോൾ വാണ്ടർവാൾ ഫോഴ്സ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കി കാർബൺ ചെയിൻ ഇൻക്രീസസ്. എല്ലാ ചാപ്റ്ററിലും അത് വരും കേട്ടോ. എന്ത് പറ്റും? കാർബൺ ചെയിൻ ഇൻക്രീസസ്, ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ്. കാരണം എന്താ? അതിന്റെ മോളിക്കുലർ മാസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വാണ്ടർവാൾ ഫോഴ്സും ഇൻക്രീസ് ചെയ്യും. ബ്രാഞ്ച് ഇൻക്രീസസ്, ബോയിലിംഗ് പോയിന്റ് ഡിക്രീസസ്. ഓർത്ത് നോക്കാം. അപ്പൊ എന്തോരും? സർഫസ് ഏരിയ അല്ലെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. മോളിക്കുലർ അറ്റൈൻ സ്പെറിക്കൽ ഷേപ്പ്. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ നോക്കിയതാണ്. അതിൽ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതി. ഓർമ്മയുണ്ടോ? പാരാഡൈക്ലോറോബെൻസീൻ ഹയർ മെൽറ്റിംഗ് പോയിന്റ് ആസ് കമ്പയർഡ് ടു ഓർത്തോ ആൻഡ് മെറ്റ. വൈ എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തിരുന്നു അല്ലെ. പാരാഡൈക്ലോറോബെൻസീൻ ഹയർ മെൽറ്റിംഗ് പോയിന്റ്. അതിന് നമ്മൾ എന്താ എഴുതിയ? ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെ. ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഇത് പറഞ്ഞു. സിമെട്രി ഓഫ് പാരാഡൈക്ലോറോബെൻസീൻ fit in a crystal lattice better as compared to ortho and meta. അങ്ങനെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ എഴുതിയ? നെക്സ്റ്റ് ലാസ്റ്റ് എഴുതിയത് എന്തായിരുന്നു? സോലിബിലിറ്റി എഴുതിയില്ലേ? ഡെൻസിറ്റി എഴുതി അല്ലെ. അപ്പൊ ഇത്ര എത്തുന്ന സമയത്ത് ഫിസിക്കൽ പ്രോപ്പർട്ടി വരെ കഴിഞ്ഞു. ഇന്ന് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഏരിയയിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹാലോ ആൽക്കെയിൻ കേട്ടോ, ഓർത്ത് നോക്കുക. ഹെഡിങ് എഴുതി വെച്ചെല്ലാവരും. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹാലോ ആൽക്കെയിൻ. Chemical properties of halo alkane. Chemical properties of halo alkane. ഇതിനു മുമ്പത്തെ ക്ലാസ്സുകൾ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. പ്രിപ്പറേഷൻ ഒക്കെ കഴിയുമ്പോൾ അതിന്റെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് അപ്പൊ തന്നെ നമ്മൾ ചെയ്തു അല്ലെ. അതുപോലെ തന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടിയിലെ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്തു. പാസ്റ്റ് ഇയറിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. ആ ടോപ്പിക്കിൽ നിന്ന് വരുന്നത് അങ്ങനെ ചെറുതായിട്ട് പോകുന്നത്. കെമിക്കൽ പ്രോപ്പർട്ടി വലിയൊരു ഏരിയ ആണ്. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ടാണ് പിന്നെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് നോക്കാവുന്നുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കുക. കെമിക്കൽ പ്രോപ്പർട്ടി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു പോളി ഹാലജൻ കോമ്പൗണ്ട് എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ്. പക്ഷെ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ എന്തൊക്കെ വരുന്നുണ്ട്? മെയിൻ ടോപ്പിക് ആദ്യം വരുന്നത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതിൽ തന്നെ 2 മെക്കാനിസം പഠിക്കാനുണ്ട്. SN2 and SN1 കേട്ടോ, ഓർത്ത് നോക്കുക. SN2 and SN1 ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം SN2 കിടക്കുന്നതുകൊണ്ടാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ന്യൂക്ലിയോഫൈൽ ബൈ മോളിക്കുലർ. അതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ന്യൂക്ലിയോഫൈൽ യൂണിമോളിക്കുലർ എന്ന് പറയുന്ന 2 മെക്കാനിസം ഉണ്ട്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത് സ്റ്റീരിയോ ഐസോമറിസം ആണ് ആക്ച്വലി വരുന്നത്. കഴിഞ്ഞ വർഷം നമ്മള് സം ബേസിക് കൺസെപ്റ്റ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി അല്ലെ, അതിൽ ഐസോമറിസം പഠിച്ചു. അവിടെ ഏതൊക്കെയാ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? സ്ട്രക്ചറൽ ഐസോമറിസം ആൻഡ് എന്തായിരുന്നു ആക്ച്വലി? സ്റ്റീരിയോ ഐസോമറിസം
കണ്ടോ ഓർത്ത് നോക്കാം. സ്ട്രക്ചറൽ ഐസോമറിസം ഫർദർ ഡിവൈഡഡ് ഇൻടു 4 ടൈപ്പ്. ഏതൊക്കെയായിരുന്നു? ചെയിൻ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം, ഫംഗ്ഷൻ ഗ്രൂപ്പ് ഐസോമറിസം, മെറ്റാമറിസം. കഴിഞ്ഞ വർഷത്തെ കാര്യമാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു സ്റ്റീരിയോ ഐസോമറിസത്തില് ജോമെട്രിക്കൽ ഐസോമറിസം ഉണ്ടായി അല്ലെ? ജോമെട്രിക്കൽ ഐസോമറിസം. ജോമെട്രിക്കൽ ഐസോമറിസത്തില് 2 ടൈപ്പ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? സിസും ട്രാൻസും. അത് കഴിഞ്ഞിട്ടാണ് ഒപ്റ്റിക്കൽ ഐസോമറിസം. അപ്പൊ സ്റ്റീരിയോ ഐസോമറിസം 2 ടൈപ്പ്. ഏതൊക്കെയായിരിക്കും? ജോമെട്രിക്കൽ ഐസോമറിസം ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമറിസം. അപ്പോ ഈ വർഷത്തെ നമ്മൾ ഹെഡിങ്ങിൽ വരുന്ന സ്റ്റീരിയോ ഐസോമറിസം ഉണ്ട്, അതിൽ ഒപ്റ്റിക്കൽ ഐസോമറിസം ഉണ്ട്. ഒപ്റ്റിക്കൽ ഐസോമറിസം ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആൻഡ് ലീവോ റൊട്ടേറ്ററി. അതാണ് സെക്കൻഡ് ടോപ്പിക് കെമിക്കൽ പ്രോപ്പർട്ടിയിൽ മെയിൻ ആയിട്ട് വരുന്നത്. തേർഡ് ടോപ്പിക് എന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ളതാണ്, ഒരു ബീറ്റ എലിമിനേഷൻ. ഫോർത്ത് ടോപ്പിക് എന്ന് പറയുന്നത് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗ്രിഗ്നാൽ റിയേജന്റ് എന്ന് പറയുന്നതിന്റെ പ്രിപ്പറേഷൻ. ഈ 4 മെയിൻ ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞാൽ ഹാലോ അരീന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയാണ് മെയിൻ ആയിട്ട് വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഇനി നമുക്ക് ഒരു 5 ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും മിഡിൽ വരുന്നത്. ഹെഡിങ് എഴുതി വെക്കുക, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. കേട്ടോ, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര് നമ്മളിപ്പോ ഇത്രയും സമയം ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തൊന്ന് റീക്യാപ്പ് ചെയ്തു കേട്ടോ, ഓർത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ പോകുന്നത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചിരുന്നേക്കണം. ഇതിന്റെ ആ കൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ടൊക്കെ മനസ്സിലാവണം. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അണ്ടർലൈൻ ചെയ്യാം. ഇത് പറയുമ്പോൾ നിങ്ങൾ ഇതില് ഓർത്തു വെക്കേണ്ടത് 11th നിങ്ങൾ പഠിച്ചേക്കുന്ന ന്യൂക്ലിയോഫൈൽ ആരാണ്, ഇലക്ട്രോഫൈൽ ആരാണ്, അത് വളരെ സിമ്പിൾ ആയിട്ട് ഓർത്തു വെക്കണം. ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വേർഡിങ് ഉണ്ടാവും. എന്താ ന്യൂക്ലിയോഫൈൽ? ഇലക്ട്രോൺ റിച്ച് ആണ്, ആക്ച്വലി ഇലക്ട്രോൺ റിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വേർഡിങ്ങും ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് വേണ്ട, നിങ്ങൾ ഇത്രയും സിമ്പിൾ ആയിട്ട് ഓർത്തു വെക്കുക, നെഗറ്റീവ്ലി ചാർജ് സ്പീഷ്യസ്. അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. നെഗറ്റീവ്ലി ചാർജ് സ്പീഷ്യസ് വന്ന എന്തായിരിക്കും? അത് ന്യൂക്ലിയോഫൈൽ. അപ്പൊ ആ ന്യൂക്ലിയോഫൈൽ ആരാണെന്ന് നമ്മൾ അറിഞ്ഞു വെക്കണം കേട്ടോ, ഓർത്തു വെക്കുക. ന്യൂക്ലിയോഫൈൽ ആരാണ് എന്ന് അറിഞ്ഞു വെക്കണം. ഇപ്പൊ ഇതേ ഒന്ന് ശ്രദ്ധിച്ചോ, Cl മൈനസ് ഇതെന്തായിരിക്കും? അപ്പൊ ന്യൂക്ലിയോഫൈൽ. അങ്ങനെയാണെങ്കിൽ Cl പ്ലസ് എന്തായിരിക്കും? ഇലക്ട്രോഫൈൽ. Cl മൈനസ് എന്താ? ന്യൂക്ലിയോഫൈൽ ആണ് ആക്ച്വലി വരുന്നത്. അപ്പൊ കുറെ ന്യൂക്ലിയോഫൈലുകൾ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള വരുന്ന അറിഞ്ഞു വെക്കണം. OH മൈനസ് എന്തായിരിക്കും? ന്യൂക്ലിയോഫൈൽ. നെക്സ്റ്റ് ഈ മൈനസ് വരുന്നുണ്ടല്ലോ. അപ്പൊ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നെഗറ്റീവ് പോയിട്ട് വേറെ നെഗറ്റീവ് തന്നെ വരണം അല്ലെ, ഏകദേശം സെയിം ചാർജ് ഉള്ള വരണം, എങ്കിൽ മാത്രമേ എന്ത് വരുള്ളൂ? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ഉണ്ട്. സ്കൂളിലെ ടേബിൾ പഠിക്കുക അത്രേ പറയുള്ളൂ. പക്ഷെ ആ ടേബിൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. വേറെ ചാപ്റ്ററുകളിൽ അത് കണക്ട് ചെയ്ത് വരുന്നതാണ്. അതുകൊണ്ട് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ റിയാക്ഷൻസ് ഓർഡറിൽ നമ്മളൊന്ന് എഴുതും കേട്ടോ, ഓർത്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിള് എങ്ങനെ പഠിക്കണം എന്നും കൂടി ഒന്ന് പറഞ്ഞു തന്നേക്കാം. ടെക്സ്റ്റ് ബുക്കിലുള്ള ആൾക്കാരൊക്കെ ഇതിങ്ങനെ ഒന്ന് എടുത്തു വെക്കുക. അത് ഈ ഒരു പേജ് ഇതിങ്ങനെ ഉണ്ടാവും. ടേബിൾ 10.4 എന്നാണ്. 10.4 ഇങ്ങനെ കുറെ റിയേജന്റ് ന്യൂക്ലിയോഫൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെയാ കൊടുക്കുക. ഇത് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ RX എന്ന് ചേർക്കണം. RX എന്താ? ആൽക്കൈൽ ഹാലൈൽ. RX പ്ലസ് NaOH gives ROH. അങ്ങനെ പഠിക്കണം, മനസ്സിലായോ? അപ്പൊ ആ ടേബിൾ പഠിക്കുമ്പോൾ ഇവര് പറയില്ല, നിങ്ങൾക്ക് അല്ലെങ്കിൽ മനസ്സിലാവില്ല എവിടെ നിന്ന് വന്നു എന്നുള്ളത്. അപ്പൊ ആ ടേബിൾ അങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഈ ടേബിളിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് നമ്മൾ പിക്ക് ചെയ്യും. അത് റിപ്പീറ്റഡ് ആയിട്ട് വേറെ ചാപ്റ്ററിലും ഈ ചാപ്റ്ററിലും മിക്സ് ചെയ്ത് ബാക്കിൽ ക്വസ്റ്റ്യൻസ് വരും. അപ്പോ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആരാണ് ന്യൂക്ലിയോഫൈൽ? ഇലക്ട്രോൺ റിച്ച് ആണ് ആക്ച്വലി അല്ലെ, ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സ്പീഷീസ് ആണ്. അങ്ങനെ പഠിക്കുക, സിമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആരാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ? അപ്പൊ നെഗറ്റീവ്ലി ചാർജ് സ്പീഷീസ് പോയിട്ട് വേറൊരാൾ വരും. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ നോക്കുക. സ്റ്റേറ്റ്മെന്റുകൾ വേറെ ഒന്നും എഴുതണ്ട, കൺസെപ്റ്റ് മനസ്സിലായാൽ മതി കേട്ടോ, ഓർത്ത് നോക്കാം. ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന ടൈപ്പ് എന്ന് പറയുന്നത് റിയാക്ഷൻ മാത്രമാണ്. ഓക്കെ, മെക്കാനിസം അതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യമാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ വന്നേക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ആദ്യം ഇതാണ് കേട്ടോ. RX എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നോർമലി RX എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡൗട്ട് ഇല്ലല്ലോ. ഹാലജൻസ് അല്ലെ. നോർമലി ക്ലോറിൻ ആൻഡ് ബ്രോമിൻ ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഫ്ലൂറിനും അതുപോലെ അയഡിനൊക്കെ അധികം വരാറില്ല കേട്ടോ, ഓർത്ത് നോക്കുക. അതുകൊണ്ടാണ് നമ്മൾ എന്തൊക്കെ ഉപയോഗിച്ചേക്കുന്നത്? സ്വാട്സും ഫിംഗർസ്റ്റീനും. അപ്പൊ Cl വന്നാൽ ആ Cl മാറ്റി നമ്മൾ അങ്ങനെ വരും, കൂടുതൽ ഇവരെ വരുള്ളൂ. ഫ്ലൂറിൻ എന്തുകൊണ്ട് വരാത്തെന്ന് പറഞ്ഞാൽ ഫ്ലൂറിൻ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആണ്. അപ്പൊ അവിടെ വരുന്ന ബോണ്ട് ലെങ്ത് ചെറുതാവുമ്പോ സ്ട്രെങ്ത് കൂടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഇങ്ങനെ എഴുതുന്നത്. ഇപ്പൊ RX ലേക്ക് ഇടുന്ന റിയാക്ഷൻസ് ആണ് അതെ RX ഇങ്ങനെ ഒരെണ്ണം കറക്റ്റ് ആയിട്ട് ഓർഡർ
നോക്കാം. RX പ്ലസ് NaOH. NaOH ഇവിടെ അക്വസ് എന്ന് എഴുതണം. വാട്ടർ ഗീവ്സ് ROH. ബൈ പ്രൊഡക്റ്റ് ഒന്നുമില്ല. ഈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോറിൻ. ക്ലോറിനെ മാറി ആര് വന്നു? OH വന്നു. എന്തുകൊണ്ട് OH വന്നു? Na വരാത്തെ? OH നെഗറ്റീവ് ആണ്. OH എന്താ? നെഗറ്റീവ്. OH നെഗറ്റീവ് ആണ്, എക്സ് നെഗറ്റീവ് ആണ്. അപ്പൊ എക്സിനെ മാറ്റിയിട്ട്, എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാലജൻ. ഹാലജനെ മാറ്റിയിട്ട് OH വന്നു കേട്ടോ. ഓർത്ത് നോക്കാം. ഇതില് ന്യൂക്ലിയോഫൈൽ ആരാ? OH മൈനസ് കേട്ടോ. ഓർത്ത് നോക്കാം. നെക്സ്റ്റ് RX പ്ലസ് KCN എന്തായിരിക്കും? RCN കേട്ടോ. RX പ്ലസ് KCN ഗീസ് RCN. അപ്പൊ ന്യൂക്ലിയോഫൈൽ ആരാ ഇവിടെ? CN മൈനസ് K പ്ലസ്. അപ്പൊ എങ്ങനെയാണ് ന്യൂക്ലിയോഫൈൽ പിടിക്കുക? അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററുകളുടെ ത്രെഡ് കിട്ടും. എന്ന് പറഞ്ഞാൽ അടുത്ത ചാപ്റ്ററുകളിലൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള മെറ്റൽ ഉണ്ടെങ്കിൽ മെറ്റലിനെ മാറ്റിയാൽ ബാക്കി ആൾക്കാർ എന്താവും? ന്യൂക്ലിയോഫൈൽ. ഇനി പോസിറ്റീവ് ആയിട്ടുള്ള മെറ്റൽ ഇല്ലെങ്കിൽ, ലോകത്തിലുള്ള എല്ലാ മെറ്റലും എന്താ? പോസിറ്റീവ് ആണ്. ഒരിക്കലും മെറ്റൽ നെഗറ്റീവ് ആവോ? ഇല്ല. അപ്പൊ മെറ്റൽ മാറ്റിയ ബാക്കിയുള്ള പോർഷൻ എന്തായിട്ട് എടുത്തേക്കണം? ന്യൂക്ലിയോഫൈൽ. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് ഓർത്തു വെക്കുക, ഈ K മാറും. അപ്പൊ CN മൈനസ്. അതാണ് ഈ OH X മാറിയിട്ട് അവിടെ CN വരുന്നത്. ദെൻ നെക്സ്റ്റ്, ചില സമയത്ത് ഈ പൊട്ടാസ്യം ഒന്നും ഉണ്ടാവില്ല, അതിന് പകരം ഹൈഡ്രജൻ ആയിരിക്കും ഉള്ളത്. ഹൈഡ്രജൻ മാറ്റി കഴിഞ്ഞാലും എന്ത് കിട്ടും? ബാക്കി ആൾക്കാര് ന്യൂക്ലിയോഫൈൽ. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പിന്നീട് എളുപ്പമാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓർത്ത് വെക്കാം. നെക്സ്റ്റ് RX പ്ലസ് AgCN. ഇത് കൊടുത്താൽ RNC ആണ് കിട്ടുക. RNC. ഇതൊരു ഗീവ് റീസൺ ക്വസ്റ്റൻ ആണ്. ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ ക്വസ്റ്റൻ ആണ്. വിത്ത് ആൻസർ ഉണ്ട്. അതിൽ നിങ്ങളിപ്പോ ഒരു വേർഡ് പഠിച്ചാൽ മതി. ഈ KCN വെള്ളത്തിലിട്ടാൽ K പ്ലസ് ആൻഡ് CN മൈനസ് ആവും. പ്രീഡോമിനന്റ്ലി അയണിക്. എന്താ ഓർത്ത് നോക്കണം? KCN പ്രീഡോമിനന്റ്ലി അയണിക്. അയണിക് എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റൽ അല്ലെ? പ്ലസ് ആകും. ഇതെന്താവും? CN മൈനസ്. AgCN കോവാലന്റ് ആണ്. AgCN എന്താണ്? കോവാലന്റ്. അപ്പൊ അത് കണ്ടോ, ഈ കാർബണിന്റെ ഈ Ag ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുക. അപ്പൊ നൈട്രജൻ എന്ത് ചെയ്യും? നൈട്രജൻ പോയിട്ട് ഈ എക്സിനെ മാറ്റിയിട്ട് ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യും. നൈട്രജൻ പോയാൽ ഇത് ട്രിപ്പിൾ ബോണ്ട് ആണ്. ഇവിടെ സൈനൈഡ് എന്ന് പറയുമ്പോൾ ട്രിപ്പിൾ ബോണ്ടാണ്. ഈ ഏജിലെ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അപ്പൊ ഇവിടെ ഡോണർ ആറ്റം നൈട്രജൻ, ഇവിടെ ഡോണർ ആറ്റം ആരാ? കാർബൺ. അതുകൊണ്ടാണ് ഇത് രണ്ടും വരുന്നത്. ഇതിന്റെ പേര് സൈനൈഡ്. ഇതെന്തായിരിക്കും? ഐസോ സൈനൈഡ് കേട്ടോ. ഓർത്ത് നോക്കാം. ഇത് ഗീവ് റീസൺ ക്വസ്റ്റൻ ആണ്. ആൻസർ ഒറ്റ വേർഡ് ആണ്. KCN എന്താ? പ്രീഡോമിനന്റ്ലി അയണിക്. AgCN എന്താ? കോവാലന്റ് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഇവിടെ കാർബൺ ആണ് ഡോണർ ആറ്റം, അതുകൊണ്ട് കാർബൺ വന്നു. വൈ? എന്തുകൊണ്ടാ? പ്രീഡോമിനന്റ്ലി അയണിക്. അയണിക് ആവുമ്പോ എന്താവും? K പ്ലസ് ആൻഡ് ചോദിച്ചോ. കാർബൺ ടെട്രാവാലന്റ് കറക്റ്റാ. കേട്ടോ. ഓർത്ത് നോക്കാം. അതെ, ഇത് RC ട്രിപ്പിൾ ബോണ്ട് N. ഇത് ട്രിപ്പിൾ ബോണ്ട്. അതൊരു ഡോണർ കൊടുക്കും. ഇവിടെ പ്ലസും മൈനസും വരും. അപ്പൊ അതിന്റെ ഒരു ഇലക്ട്രോൺ ഇപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതുകൊണ്ടാണ് വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. മൈനസ് വരുന്ന മൈനസ് ഇതിലേക്ക് ഇപ്പുറത്തേക്ക് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയുള്ള ബോണ്ടിനെ വിളിക്കുന്നത് കോർഡിനേറ്റ് ബോണ്ട് ഓർ ഡേറ്റീവ് ബോണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. കോർഡിനേറ്റ് ബോണ്ട് ഓർ ഡേറ്റീവ് ബോണ്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. ചോദിച്ചു മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ചില ആറ്റത്തിന് കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഷെയറിംഗ് ആണ് അല്ലെ? കോവാലന്റ് ബോണ്ട് എന്താ? ഷെയറിംഗ് ആണ്. കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഷെയറിംഗ് ആണ്. പക്ഷെ ഷെയർ ചെയ്യേണ്ട ഇലക്ട്രോൺ ആര് കൊടുക്കും? ആ പെർട്ടിക്കുലർ എലമെന്റ് തന്നെ കൊടുക്കും. ആ പെർട്ടിക്കുലർ എലമെന്റ് തന്നെ എന്ത് കൊടുക്കും? ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺ. അതുകൊണ്ടാണ് നമ്മൾ ഓസോൺ ഒക്കെ വരച്ചില്ലേ? നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരാനൊരു സാധനം കാണിച്ചുതരാം. ഓസോൺ O3 കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ വരച്ച് കണ്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരെണ്ണം, ഒരു ഓക്സിജൻ അവിടെ എന്ത് ചെയ്യും? ഡേറ്റീവ് ബോണ്ടാ. ഒരു ഇലക്ട്രോൺ ഇതിലേക്ക് കൊടുക്കും. മനസ്സിലായോ? ഓർത്ത് നോക്കാം. എങ്കിൽ മാത്രമേ അത് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഓർത്ത് നോക്കാം. ഓക്കെ. ഇത് ഡേറ്റീവ് ബോണ്ട്, ഇത് ഡേറ്റീവ് ബോണ്ട് ആവും. ആക്ച്വലി ഇതിനെ ഡബിൾ ബോണ്ട് ഇട്ടില്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആവും. ഓക്സിജൻ ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ വേണം? പറയും. ഓക്സിജൻ ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോണാ? 6. 8 ഇല്ലാതെ ഓക്സിജൻ സമ്മതിക്കുമോ? ഇപ്പൊ ഈ ഓക്സിജന് 8 ആവോ? കണ്ടോ? നോക്കിക്കോട്ടോ. ഇത് ഓക്സിജന്റെ 1 2 3 4 5 6. ശരിയായില്ലേ? നെക്സ്റ്റ് നിങ്ങൾ കഴിഞ്ഞ വർഷം FC എന്ന് പറഞ്ഞ് പഠിച്ച ഫോർമൽ ചാർജ്. ഇത് ഈ റെഡ് എന്ന് പറയുന്നത് ഈ മിഡിൽ ഓക്സിജന്റെ ഇലക്ട്രോണാണ്. 1 2 3 4. ശരിയായില്ലേ? 5 6. അപ്പൊ ഈ ഓക്സിജൻ ഇതിന്റെ സ്വന്തം ഇലക്ട്രോൺ എന്ത് കൊടുത്തു? ഷെയർ ചെയ്യാൻ കൊടുത്തു. അപ്പൊ എന്ത് പറ്റിയത്? ഡേറ്റീവ് ബോണ്ട്. ഓർത്ത് നോക്കാം. ഡേറ്റീവ്
ബോണ്ട് എന്ന് വിളിക്കും. അപ്പൊ ആ ഡേറ്റീവ് ബോണ്ട് സ്വന്തമായിട്ട് കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല, എന്ത് ചെയ്തു, ഷെയർ ചെയ്തു. മനസ്സിലായി? അപ്പൊ ഇവിടെ എന്ത് പറ്റി, ഷെയറിംഗ് ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം, ഷെയറിംഗ് ആണ് വന്നേക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ബോണ്ടിനെയാണ് ഇതെന്താ ആക്ച്വലി ഡേറ്റീവ് ബോണ്ട് ആണ് ആക്ച്വലി. മറ്റേതെന്താ കോവാലന്റ് ബോണ്ട്, എന്താ ഷെയർ ചെയ്യും. ഇത് കണ്ടോ കോവാലന്റ്, ഇത് കണ്ടോ ഇവിടെ ഇത് ഈ ഓക്സിജൻ നോക്കിയേ, ഈ ഓക്സിജന്റെ ഇലക്ട്രോൺ എഴുതാം 1 2 3 4 5 6 ശരിയല്ലേ? 1 2 3 4 5 6 7 8 ഇത് ഇങ്ങനെയാ റൗണ്ട് വരക്ക, ഓർമ്മയുണ്ടോ? ഇപ്പൊ ഇതിന് 8 ആയില്ലേ? ഇതെന്താ ഷെയർ ചെയ്തു. ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ നോർമലി എന്താ ചെയ്യുന്നത്, ഒരാളുടെ അടുത്ത് കേട്ടോ അല്ലേ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഷെയർ ബിസിനസ് തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ, ഇയാളൊരു 1000 റുപ്പീസ് തന്നാൽ ഞാനും ഒരു 1000 ഇടണം, അങ്ങനെയല്ലേ നമ്മൾ ബിസിനസ് തുടങ്ങാം. ഓർത്ത് നോക്കാം, അങ്ങനെ വരുന്നതിനെയാണ് ഷെയറിങ്. അതിനെന്ത് വിളിക്കും, കോവാലന്റ് ബോണ്ട്. ഷെയർ ചെയ്താൽ എന്തായിരിക്കും, കോവാലന്റ്. കോവാലന്റ് ബോണ്ടിൽ തന്നെ വേറൊരു ടൈപ്പ് ഉണ്ട്, ഡേറ്റീവ് ബോണ്ട്. ആ ഡേറ്റീവ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇയാൾ വലിയ സെലിബ്രിറ്റി ആണ്, ഇയാൾ ഒരു പൃഥ്വിരാജ് ആണെന്ന് കരുതാം നമുക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ, ഓർത്ത് നോക്കാം, താൻ ഓൾറെഡി എനിക്ക് പേയ്മെന്റ് ഒന്നും വേണ്ട, ആ ബിസിനസിന് വേണ്ടി പേയ്മെന്റ് ഒന്നും വേണ്ട, താൻ സെലിബ്രിറ്റി ആയിട്ട് നമ്മളെ എല്ലാ കാര്യങ്ങളിലും വന്നാൽ മതി, തനിക്ക് എന്റെ ഷെയറിന്റെ 50% പ്രോഫിറ്റ് എടുക്കാം, അങ്ങനെ ചെയ്യും, അറിയാം. അപ്പൊ അങ്ങനെയുള്ള ബോണ്ട് വന്ന് എന്ത് വിളിക്കും, ഡേറ്റീവ് ബോണ്ട്. മനസ്സിലായി? അപ്പൊ നോർമലി ഓർത്ത് നോക്കാൻ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ചെയ്യാം കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഇവിടെയൊക്കെ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വന്നേക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് വരാം. AgCN RNC, ഇതിനെന്താ വിളിക്കുക, ഐസോ സയനൈഡ്. ഇതെന്തായിരിക്കും, സയനൈഡ്. ഇതെന്തായിരിക്കും, ഐസോ സയനൈഡ് കേട്ടോ. ഓർത്ത് നോക്കാം, CN വന്ന എന്തായിരിക്കും, സയനൈഡ്. അയുപാക് നെയിം നൈട്രൈൽ എന്നാണ്. അയുപാക് നെയിം എന്താ, നൈട്രൈൽ കേട്ടോ. ഓർത്ത് നോക്കാം, കോമൺ നെയിം സയനൈഡ്. ഇത് NC എന്ന് പറഞ്ഞ ഐസോ സയനൈഡ്. AGയും Cയും തമ്മിലാണ് ബോണ്ട് വരുള്ളൂ. ഏതാ, അല്ല ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ. അത് തന്നെ, N പോയത് കൊണ്ടായി. ഈ സിയും എന്നും തമ്മിൽ ട്രിപ്പിൾ ബോണ്ട് ഇട്ടാ ജോയിൻ ചെയ്തേക്കുന്നത്. സിയും എന്നും തമ്മിൽ എന്താണ്, ട്രിപ്പിൾ ബോണ്ട് ഇട്ടാണ്. അപ്പൊ എന്താ പറ്റുന്ന പറഞ്ഞാൽ ഇത് സിംഗിൾ ബോണ്ടാ, സിംഗിൾ ബോണ്ട് കോവാലന്റ് ബോണ്ടാ. അപ്പൊ എന്ത് പറ്റുന്ന പറഞ്ഞാൽ ആദ്യം ഡൊണേറ്റ് ചെയ്യുന്ന ആരായിരിക്കും, നൈട്രജൻ ആണ്. അപ്പൊ നൈട്രജൻ ഓൾറെഡി പോയ സ്ഥിതിക്ക് ഈ കാർബൺ എന്ത് ചെയ്യും, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, സെറ്റാച്ച് ഓർത്ത് നോക്കാം. അപ്പൊ ഇവിടെ ഡോണറാറ്റ് ആരാണ്, നൈട്രജൻ. ഇവിടെ ഡോണറാറ്റ് ആരാണ്, കാർബൺ. ഇങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കുന്ന പേര് അംബി എന്നാണ്, AMBI എന്ന് പറയും. ഓർത്ത് നോക്കാം, അംബിഡിന്റെ ന്യൂക്ലിയോഫൈൽ എന്നൊക്കെ വിളിക്കുന്ന ഒരു ഏരിയയാണ്. 2 ചാപ്റ്ററും ഉണ്ട്, കോർഡിനേഷൻ കോമ്പൗണ്ടും ഇവിടെയും നമുക്ക് അങ്ങനെ വരും. എന്തായിരിക്കും, 2 ഡോണർ ആറ്റം പ്രസന്റ് ഇൻ ന്യൂക്ലിയോഫൈൽ, അതിനെന്ത് വിളിക്കും, അംബി ന്യൂക്ലിയോഫൈൽ എന്ന് വിളിക്കും കേട്ടോ. ഡ്യുവൽ നേച്ചർ എന്നാണ് ആക്ച്വലി വരുന്നത്. ഓർത്ത് നോക്കാം. നെക്സ്റ്റ് ഇതെല്ലാം എന്താണ്, ഇപ്പൊ എന്തിന് എക്സാമ്പിൾ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓർത്ത് നോക്കാം. നെക്സ്റ്റ് RX plus NH3. അപ്പൊ ടേബിൾ പഠിക്കാനേ പറയാൻ ചാൻസ് ഉള്ളൂ ചില സ്കൂളുകളിൽ, പക്ഷെ ഇത് നിങ്ങൾക്ക് ആവശ്യമാണ്, ഓർത്ത് നോക്കാൻ മറക്കല്ലേ കേട്ടോ. ഓർത്ത് നോക്കാം. ദെൻ ഇവിടെ എക്സും ഇവിടുത്തെ ഒരു എച്ചും, എക്സ് എന്ന് പറഞ്ഞപ്പോ സീലാണെന്ന് കരുതി ഇവിടുത്തെ ഒരു എച്ചും കൂടി വന്ന HCl അങ്ങ് പോകും. എന്നിട്ട് അത് പ്രൈമറി അമീൻ ആയിട്ട് മാറും, പ്രൈമറി അമീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആയിട്ട് വരും. ദെൻ നെക്സ്റ്റ് RX plus RONA, ഇതിനെ വിളിക്കുന്നത് സോഡിയം ആൽക്കോക്സൈഡ് എന്നാണ്. RONA, സോഡിയം ആൽക്കോക്സൈഡ്. ഇത് ROR പ്ലസ് NaX, ഈതർ. അപ്പോ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അടുത്ത ചാപ്റ്ററിന്റെ പേര് ആൽക്കഹോൾ ഫിനോൾ ഈതർ. അതിൽ ഫിനോള് കഴിഞ്ഞ് ഈതറിന്റെ പ്രിപ്പറേഷനിൽ ഇവിടെ ഉണ്ട്. ഈ റിയാക്ഷന്റെ പേരുണ്ട് വില്യൻസൺ സിന്തസിസ് റിയാക്ഷൻ. വില്യൻസൺ സിന്തസിസ് റിയാക്ഷൻ. ഇതൊക്കെ ടേബിളിലാണ് കിടക്കുന്നത്, വേറെ ഒന്നുമില്ല. പക്ഷെ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ ക്വസ്റ്റൻ ആണത്, അതുകൊണ്ടാണ് ഇത് നമ്മൾ എഴുതിയേക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ ടേബിൾ പഠിക്കാനായിരിക്കും സ്കൂളിൽ പറയുന്നത്. അപ്പൊ ടേബിൾ അങ്ങനെ നോക്കുക, അങ്ങനെയല്ല, അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാം എടുത്ത് അങ്ങ് പഠിച്ചു വെച്ചേക്കണം. കാരണം ഇത് വേറെ ചാപ്റ്ററുകളും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ബാക്കിലെ ക്വസ്റ്റനിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും വരുന്നുണ്ട്. മെക്കാനിസം അല്ല കൂടുതൽ ചോദിക്കുന്നത്, ഇങ്ങനത്തെ ഇക്വേഷൻസുകളാണ്. അതുകൊണ്ട് ഇത് വരണം. ഇനി 2 എണ്ണം കൂടിയുണ്ട്. ഒന്ന് KNO2 ഉണ്ട്, അതുപോലെ തന്നെ AgNO2, അതും കൂടി ഉള്ള എഴുതിയേക്കാം. RX plus KNO2, RONO, then അതുപോലെ തന്നെ RX plus AgNO2, RNO2. ഇത്രയും ഇക്വേഷൻസ് മിനിമം നമുക്ക് ഇവിടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ പഠിക്കണം. അപ്പോൾ 1 2 3 നമ്പർ ഇട്ട് കറക്റ്റ് ഓർഡറിൽ എഴുതാം.
3 4 5 6 7 കേട്ടോ. ഇനി ഇതിൽ ആരായിരിക്കും ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞു നിർത്തിയേ? NO2. ആരെ മാറ്റും? ഹാലജനെ റീപ്ലേസ് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂഷൻ കേട്ടോ, ഓർത്ത് നോക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെ, ഓർത്ത് നോക്കുക. ദെൻ ഇവിടെ എക്സ് NO2നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഓർത്ത് നോക്കുക. ഫുട്ബോളിലാണ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ കേട്ടേക്കുന്നത്. ഈക്വൽ ആയിട്ടുള്ള ഒരാളെ മാറ്റും എന്ന് പറഞ്ഞാൽ ഫോർവേഡ് കളിക്കുന്ന ഒരാളെ മാറ്റിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഒരു അല്ലെ ആ ഫോർവേഡ് കളിക്കുന്ന വേറെ അതേ ടീമിൽ തന്നെയുള്ള ആളെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുള്ളൂ അല്ലെ. അല്ലാതെ ഇന്ത്യൻ ടീമിൽ കൊണ്ടുവന്നിട്ട് ബ്രസീൽ ഓപ്പണന്റ് ടീമിലെ ഏറ്റവും ടോപ്പ് കളിക്കാരനെ ഇറക്കാൻ പറ്റുമോ? ഇല്ല. വൈ? ഡിഫറെന്റ് ടീം എന്ന് പറയുമ്പോൾ എന്താ, ചാർജ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഒരേ ചാർജ് ഒരേ ടീം എങ്കിൽ മാത്രമേ സബ്സ്റ്റിറ്റ്യൂഷൻ വരുള്ളൂ. അപ്പോൾ മോളിക്യൂൾ സെലക്ട് ചെയ്യുമ്പോൾ അതാണ് ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു പോകും. എക്സിനെ മാറ്റി OH. അപ്പൊ ഇവിടെ OH മൈനസ് ആണ് ന്യൂക്ലിയോഫൈൽ. ഇതിൽ ഏതാ ന്യൂക്ലിയോഫൈൽ? CN മൈനസ്. ഇതിലും എന്ത് തന്നെയാണ്? CN മൈനസ് തന്നെ. ഡോണർ ആറ്റം നൈട്രജൻ ആകും കേട്ടോ, ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ഇവിടെ ആരായിരിക്കും ന്യൂക്ലിയോഫൈൽ? NH2 മൈനസ് കേട്ടോ, ഓർത്ത് വെക്കാം. ഇതിൽ ആരായിരിക്കും ന്യൂക്ലിയോഫൈൽ? NA മാറിക്കഴിഞ്ഞാൽ എന്താ? RO മൈനസ്. RO മൈനസ് അതാണ് ന്യൂക്ലിയോഫൈൽ കേട്ടോ, ഓർത്ത് വെക്കാം. ഇതിൽ ഡോണർ ആറ്റം ഓക്സിജൻ ആണ് കേട്ടോ, ഓർത്ത് വെക്കാം. ഇതിൽ ആരായിരിക്കും? നൈട്രജൻ ആണ് കേട്ടോ, ഓർത്ത് വെക്കാം. അങ്ങനെയുള്ള ആൾക്കാരെ എന്ത് വിളിക്കുന്ന പറഞ്ഞേ? അമ്പി കേട്ടോ, ഓർത്ത് വെക്കാം. ന്യൂക്ലിയോഫൈൽ അത് ഒരു സബ് ഹെഡിങ് ആയിട്ട് എഴുതൂ കേട്ടോ, ഓർത്ത് വെക്കാം. വേഗം എഴുതി. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ എഴുതണം കേട്ടോ ഇക്വേഷൻസ്. എല്ലാം ഓർഡറിൽ എഴുതണം കേട്ടോ, ഓർത്ത് വെക്കാം. ഇപ്പൊ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു. ഇത് എഴുതുമ്പോൾ KCന്റെ താഴെ എഴുതി വെക്കുക പ്രീഡൊമിനന്റ്ലി അയണിക്. ആ ഒരൊറ്റ വേർഡ് കൊണ്ടുവരാം, പ്രീഡൊമിനന്റ്ലി അയണിക്. KCN കേട്ടോ. AgCന്റെ അവിടെ എഴുതി വെക്കുക പ്രീഡൊമിനന്റ്ലി കോവാലന്റ്. ഇത് രണ്ടും എഴുതുമ്പോൾ അങ്ങനെ ഒന്ന് എഴുതി വെച്ചേക്കണം. അത് ഗീവ് റീസൺ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. അയണിക്, IONIC അല്ലെ, അയോണിക്. അയോൺ ആവും കേട്ടോ. K പ്ലസ് ആൻഡ് CN മൈനസ്. നമ്മുടെ സോൾട്ട് ഒക്കെ വെള്ളത്തിലിട്ട Na പ്ലസ് ആൻഡ് Cl മൈനസ് ആവില്ല, അതുപോലെ അയോൺ ആയി മാറും. K പ്ലസ് ആൻഡ് CN മൈനസ് അരികിൽ. ഇവിടെ എഴുതി വെക്കണം എന്തായിരിക്കും? പ്രീഡോമിനന്റ്ലി കോവാലന്റ് കേട്ടോ. ഷെയറിംഗ് ആണ്, Agയും Cയും തമ്മിൽ അവിടെ ഷെയറിംഗ് ആണ് പോണ്ട്. എല്ലാത്തിലും ബൈ പ്രൊഡക്റ്റ് ഉണ്ട്, പക്ഷെ ബൈ പ്രൊഡക്റ്റ് എഴുതണ്ട കേട്ടോ, ഓർത്ത് നോക്കാം. ഈ ലാസ്റ്റ് എഴുതിയേക്കുന്ന ഇക്വേഷന്റെ ബ്രാക്കറ്റിൽ എഴുതി നോക്കുക വില്യൻസൺ സിന്തസിസ് റിയാക്ഷൻ. വില്യൻസൺ സിന്തസിസ് റിയാക്ഷൻ ഈ ലാസ്റ്റ് കേട്ടോ, ഓർത്ത് നോക്കാം. വില്യൻസൺ സിന്തസിസ് റിയാക്ഷൻ ഏറ്റവും ലാസ്റ്റത്തെ RX പ്ലസ് RONA ഈസ് ROR കേട്ടോ. ROR ഈതർ ആണ് കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് എഴുതിയിട്ടേക്ക്. ഈതർ, ROR ഈതർ ആണ്. ഈതർ ഈതർ വില്യൻസൺ സിന്തസിസ് റിയാക്ഷൻ ഒറ്റ വേർഡാണ്. വില്യൻസൺ സിന്തസിസ് റിയാക്ഷൻ. വില്യൻസൺ സിന്തസിസ് റിയാക്ഷൻ. Williamson synthesis reaction. എഴുതിയോ? എഴുതി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിൽ ഒരു ടേം കണ്ടു. ആ ടേം എന്താണെന്ന് എഴുതണം. ഒരു സബ് ഹെഡിങ് ആയിട്ട് അംബിഡെന്റ് ന്യൂക്ലിയോഫൈൽ.
AMBIDENT. AMBIDENT, അംബിഡന്റ് ന്യൂക്ലിയോഫൈൽ. അംബിഡന്റ് ന്യൂക്ലിയോഫൈൽ. AMBI, അംബി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്താണ്? ഡ്യുവൽ നേച്ചർ, രണ്ട് നേച്ചർ, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ശങ്കറിന്റെ ഒരു അന്യൻ എന്നൊക്കെ പറയുന്ന ഒരു ഫിലിമില് അയാൾക്ക് കൊടുക്കുന്ന പേര് അംബി എന്നാണ്. അതിന്റെ റീസൺ ഇതാണ്. അയാൾക്ക് എന്തുണ്ട്? രണ്ട് നേച്ചർ ഉണ്ട്. ഒരു സമയത്ത് നല്ല മനുഷ്യനും വേറെ സമയത്ത് അല്ലെ ഭീകരനും ആവുന്ന ഒരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെയാണ് ന്യൂക്ലിയോഫൈല്. ഒരു ടൈമില് അത് ആരെ പോലെ ആക്ട് ചെയ്യും? CN, സൈനൈഡിനെ പോലെ. കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? ഐസോസൈനൈഡ്. കണ്ടോ? ഓർത്തുക. അപ്പോ ഒരു ഗ്രൂപ്പ് ഓഫ് മോളിക്യൂൾസിൽ തന്നെ 2 ഡോണർ ആറ്റം അല്ലെങ്കിൽ 2 ന്യൂക്ലിയോഫിലിക് സൈറ്റ് വരും. അതിനെയാണ് നമ്മളത് പറയുന്നത് കേട്ടോ. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് ഒന്ന് എഴുതി വെക്കാം. ഒന്ന് എഴുതി വെച്ചു. Two different donor atom. Two different donor atom. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. 2 nucleophilic center. 2 nucleophilic center. 2 different donor atom. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. 2 nucleophilic center. അങ്ങനെയും പറയാം. 2 different donor atom present in a nucleophile. 2 different donor atom present in a nucleophile. 2 different donor atom present in a nucleophile. എന്നിട്ട് താഴെ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് എക്സാമ്പിൾസുകളെല്ലാം ഏതൊക്കെയായിരിക്കും എക്സാമ്പിൾ പറയാം? ഏതൊക്കെയായിരിക്കും? ഇവിടെ ഒന്ന് എഴുതി വെക്കുക. CN അല്ലെ? ഓർത്ത് നോക്കുക. CN. പിന്നെ എന്തൊക്കെ വരും? NC. ഓർത്ത് നോക്കുക. CN എന്താ? സൈനൈഡ്. NC എന്താ? ഐസോസൈനൈഡ്. പിന്നെ വരുന്നത് NO2. NO2 എന്ന് പറഞ്ഞാൽ നൈട്രജൻ ആണ് ഡോണർ ആറ്റം. ഓക്കെ, നൈട്രജൻ ഡോണർ ആറ്റം. അടുത്തതിൽ എന്ത് വരും? ഈ ഇങ്ങനെ ഇടുന്നതിന്റെ അർത്ഥം ഡോണർ ആറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഓർത്ത് നോക്കുക. അടുത്തതിൽ ആര് വരും? ONO. ഓർത്ത് നോക്കുക. AONO. ഇതാണ് ഓക്സിജൻ ആണ് ഡോണർ ആറ്റം പോകുന്നത്. ഓക്സിജൻ ആണ് ഡോണർ ആറ്റം വരുന്നത്. ഒരു ഗ്രൂപ്പാണ്. ഓക്സിജൻ ആണ് ഡോണർ ആറ്റം. പിന്നെയുണ്ട് വേറെ കുറെ മോളിക്യൂൾ ഉണ്ട്. SCN, തയോസൈനറ്റോ. NCS, ഐസോതയോസൈനറ്റോ എന്നൊക്കെ പറയുന്നതാണ്. ഇത് കൂടി ഒന്ന് എഴുതി വെച്ചോ. കാരണം ഇത് നമുക്ക് ഈ ചാപ്റ്ററിലെ ഈ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ കോർഡിനേഷൻ കോമ്പൗണ്ട് വീണ്ടും ഇത് എഴുതിപ്പിക്കും. അപ്പൊ ആ സമയത്ത് ഒരേപോലെ ഇരിക്കട്ടെ. അവിടെയും ഇതുപോലെ തന്നെ ഇതേ ഹെഡിങ് അംബിഡൻ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ വീണ്ടും റിപ്പീറ്റേഷൻ വരും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അതും കൂടി ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. ഓർത്ത് നോക്കാം. നെക്സ്റ്റ് അടുത്തത് മെക്കാനിസം ആണ്. ആക്ച്വലി നെക്സ്റ്റ് ഹെഡിങ് മെക്കാനിസം. അടുത്ത ഹെഡിങ് ആണ് മെക്കാനിസം. മെക്കാനിസം കേട്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ എഴുതിയേക്കുന്നത് എല്ലാം നടക്കുന്നത് എങ്ങനെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെക്കാനിസം എന്ന് വിളിക്കുന്നത്. മെക്കാനിസം 2 ടൈപ്പ് ആണ് ആക്ച്വലി വരുന്നത്. 2 ടൈപ്പ്. അതിൽ ആദ്യത്തെ മെക്കാനിസം ആണ് നമ്മൾ എഴുതുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ന്യൂക്ലിയോഫൈൽ. ഹെഡിങ് കേട്ടോ, സബ് ഹെഡിങ് ആയിട്ട് എഴുതി വെക്കാം. മെക്കാനിസം ഫസ്റ്റ് മെക്കാനിസം ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ന്യൂക്ലിയോഫൈൽ. എഴുതണം കേട്ടോ, ഹെഡിങ് ആണ് മെക്കാനിസം. മെക്കാനിസത്തിന്റെ താഴെ ഫസ്റ്റ് ഹെഡിങ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ന്യൂക്ലിയോഫൈൽ. ബൈമോളിക്കുലർ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ന്യൂക്ലിയോഫൈൽ. ബൈമോളിക്കുലർ. അപ്പൊ ഞാനിതൊന്ന് വായിച്ചു കളയാണ്. ഇത് എഴുതിയല്ലോ ബൈ കേട്ടോ, ബൈമോളിക്കുലർ. അപ്പോ ന്യൂക്ലിയോഫൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെ നടക്കുന്നു അതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി വരുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടു എക്സ് അല്ലെങ്കിൽ എക്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാവും? ബ്രോമിൻ. ആ ബ്രോമിൻ മാറിയിട്ട് ഒരു OH- വന്നു, CN വന്നു, അങ്ങനെ വരുന്ന ഒരു ഏരിയ ആണ് ആക്ച്വലി വരുന്നത്. അപ്പോ അതിൽ ആദ്യത്തെ ഒരു മെത്തേഡാണ് SN2. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള വേർഡുകൾ എങ്ങനെ പറയാം? SN2 എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ന്യൂക്ലിയോഫൈൽ ടേക്ക് പ്ലേസ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ്. ദെൻ സെക്കൻഡ് അവര് പറയുന്നത് ഇതാണ് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ടേക്ക് പ്ലേസ്. അതിന്റെ ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് തന്നെ ഇങ്ങനെ പറയാം. അംബ്രല്ല ടേൺസ് ഇൻസൈഡ് ഔട്ട് കോട്ട് എ സ്ട്രോങ് വിൻഡ് ലൈക്ക് ലിവിംഗ് ഗ്രൂപ്പ് പുഷ്ഡ് എവേ. ഇതാണ് അതിന്റെ മെക്കാനിസത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയേക്കുന്ന ഏറ്റവും റെലവന്റ് വേർഡ് എന്ന് പറയുന്നത് അതാണ്. ടെക്സ്റ്റ് ബുക്കിൽ അതേ വേർഡ് തന്നെയാണ് പറയുന്നത്. അംബ്രല്ല ടേൺസ് ഇൻസൈഡ് ഔട്ട് കോട്ട് എ സ്ട്രോങ് വിൻഡ് ലൈക്ക് ലിവിംഗ് ഗ്രൂപ്പ് പുഷ്ഡ് എവേ. ദെൻ തേർഡ് പോയിന്റ്
അവര് പറയുന്നത് ബൾക്കി ഗ്രൂപ്പ് ഹിൻഡർ ദ അപ്രോച്ചസ് ഓഫ് ന്യൂക്ലിയോഫൈൽ ദെയർഫോർ ദ റിയാക്ടിവിറ്റി ഈസ് പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെറിഷറി. ഇങ്ങനെയൊക്കെ പറഞ്ഞ വലിയ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒത്തന്റിക് വേർഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം കേട്ടോ, ഓർത്ത് നോക്കാം. ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ ആരാന്നാ പറഞ്ഞേ? OH മൈനസ് അല്ലെ. ഫുട്ബോളിൽ സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്? ഒരാളെ മാറ്റണമെങ്കിൽ എന്താണ്? ഫുട്ബോൾ കളിക്കുന്ന ആളാണ് ഇയാൾ, ക്രിസും കളിക്കും, എങ്ങനെയാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ ഒരാൾ പോകുന്ന സമയത്ത് സാധാരണ ഇന്റർനാഷണൽ ഫുട്ബോളിൽ എങ്ങനെയായിരിക്കും വരുന്നത്? എന്തെങ്കിലും കാണിക്കുമോ? എന്തെങ്കിലും നോർമലി എന്തായിരിക്കും? ഒരു ബോർഡ് കാണിക്കില്ലേ? 10 നമ്പർ 10 എന്ന് പറയുമ്പോൾ അല്ലെ, ആ 10 മാറി ഞാൻ ഇറങ്ങും അല്ലെ, ഓർത്ത് നോക്കുക. അപ്പോ അങ്ങനെയാ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക അല്ലെ, ഓർത്ത് നോക്കുക. നമ്പർ 10 ആരായിരുന്നു? മെസ്സി അല്ലേ, മറ്റേ അർജന്റീനയുടെ അല്ലെ. ഓക്കെ, അപ്പോ നോർമലി അങ്ങനെയാണ് കാണിക്കുക. അല്ലാതെ മെസ്സി അടുത്തോട്ടിരിക്കുന്ന സമയത്ത് അയാൾ ഇട്ടിട്ട് ചാടി കയറും? ഇല്ല. അതിനൊരു മെത്തേഡ് ഉണ്ട് അല്ലെ, അയാൾ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ് മെത്തേഡ്. അതുപോലെ ഇതിനൊരു പ്രോസസ്സിലാണ് ഇതിന്റെ ഉള്ളിൽ നടക്കുന്നത്. നമുക്ക് കാണുമ്പോൾ വെറുതെ ആയിട്ട് തോന്നുമെങ്കിലും ഇതിൽ പറയുന്നത് അല്ല. ആദ്യത്തെ പോയിന്റ് എന്താ? ഇറ്റ് ടേക്ക് പ്ലേസ് ഇൻ സിംഗിൾ സ്റ്റെപ്പ്. ഇറ്റ് ടേക്ക് പ്ലേസ് ഇൻ സിംഗിൾ സ്റ്റെപ്പ്. ഓർത്ത് നോക്കാം, ഇത് കാർബൺ ആണ്, CH3 ആണെന്ന് വിചാരിക്കും. ഇതെന്താണ്? CH3. ഇവിടെ ഒരു ക്ലോറിൻ ഇരിക്കുന്നു, ഇതാണ് ക്ലോറിൻ. CH3 ക്ലോറിൻ ആണ്. ഈ ക്ലോറിൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എന്താ? CH3Cl. ശരിയല്ലേ? CH3Cl. ഇതാരാണ്? Cl. ഓക്കെ, ക്ലിയർ. ഇങ്ങനെ ഇരിക്കുന്ന ഈ ക്ലോറിനിലേക്ക് മെക്കാനിസം അനുസരിച്ച് ഇയാണ് OH മൈനസ് കേട്ടോ. ഇതാണ് ഇപ്പൊ നമ്മൾ വരക്കാൻ പോകുന്നത്. OH മൈനസ് വരുന്നു. ആ OH മൈനസിന് ഇവിടെ ചെന്നിട്ട് പതുക്കനെ ഒന്ന് മാറുമോ? ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചാൽ അയാൾ മാറി അവിടെ ഇരിക്കും. അങ്ങനെ ചെയ്യില്ല OH മൈനസ്. ന്യൂക്ലിയോഫൈൽ പറയുന്നത് ഇറ്റ് ടേക്ക് പ്ലേസ് സിംഗിൾ സ്റ്റെപ്പ്. നോക്കുക, ഇതാണ് ഇതിന്റെ മെക്കാനിസം. ഇതാണ് നിങ്ങൾ എഴുതേണ്ട വേർഡ്. ഇത് വന്നിട്ട് നേരെ അറ്റാക്ക് ചെയ്യുന്നത് ഇവിടെ ബാക്കിൽ ഇടിക്കും. ഇടിച്ചിട്ട് ഈ സ്ട്രോങ്ങില് ഇതങ്ങ് തെറിച്ചു പോകും. എന്നിട്ട് ഇവിടെ ജോയിൻ ചെയ്യും. എങ്ങനെ ഇടിച്ച്? ബാക്ക് സൈഡിൽ തന്നെ ജോയിൻ ചെയ്യും. കണ്ടോ? അതാണ് ശ്രദ്ധിക്കേണ്ടത്. എവിടെ ജോയിൻ ചെയ്തേ? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ്. അങ്ങനെ പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്. അപ്പോ നിങ്ങൾ അറിയാം, CH3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? H ഉണ്ടാവില്ല ഇവിടുത്തെ. ഈ H ഇടിച്ചിട്ട് ഇതിൽ അപ്പുറത്തേക്ക് തിരിഞ്ഞു പോകും. അതാണ് ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് എന്തായിരുന്നു? ന്യൂക്ലിയോഫൈൽ ആരെ പോലെ വരുന്നേ? വിൻഡിനെ പോലെ, ഭയങ്കര സ്ട്രോങ് ആയിട്ട്. ആദ്യത്തെ പോയിന്റ് ഇറ്റ് ടേക്ക് പ്ലേസ് ഇൻ സിംഗിൾ സ്റ്റെപ്പ്. ഇത് ഒറ്റ സ്റ്റെപ്പിലാണ് നടക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? അംബ്രല്ല ടേൺസ് ഇൻസൈഡ് ഔട്ട് കോട്ട് എ സ്ട്രോങ് വിൻഡ്. അംബ്രല്ല അറിയാമല്ലോ, ഓർത്ത് നോക്കുക. അംബ്രല്ല ഇത് ഇങ്ങനെ ഇരിക്കുന്ന, ഇപ്പുറത്തേക്ക് ചരിഞ്ഞിരിക്കുന്ന അംബ്രല്ല. ഇവിടെ ഹൈഡ്രജനൊക്കെ ഉണ്ടാവും, മനസ്സിലായി? സ്ട്രോങ് വിൻഡ് വന്ന അംബ്രല്ല എന്ത് പറ്റും? അല്ലെ, ടേൺസ് ഇൻസൈഡ് ഔട്ട്. ഇപ്പുറത്തേക്ക് അങ്ങ് മറയും ഇവിടെ ഇടിക്കുമ്പോ, മനസ്സിലായി? പിന്നെ ഇതാണ് അതിന്റെ മെയിൻ അല്ലെ. അപ്പൊ നേരത്തെ ഇരുന്ന അംബ്രല്ലയുടെ ഷേപ്പാണ് ഇപ്പോ അല്ല, നേരെ തിരിച്ചു. അതുപോലെ ന്യൂക്ലിയോഫൈൽ അത്രയും സ്ട്രോങ് ആയിട്ട് ഇവിടെ വന്ന് ഇടിക്കും, ഇത് തെറിച്ചു പോകും. ഇതാണ് ഈ സ്റ്റേറ്റ്മെന്റിന് ഒറ്റ വേർഡിൽ നിങ്ങൾ എഴുതിയാൽ മതി. നിങ്ങൾ പഠിക്കേണ്ട ഒറ്റ വേർഡുള്ളൂ, ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. ഇങ്ങനെ വന്നിരിക്കുന്നതിന് എന്താ വിളിക്കുന്നത്? ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. ഇയാളെ വിളിക്കുന്ന പേര് തെറിച്ചു പോകില്ലേ? ക്ലോറിൻ, ബ്രോമിൻ. അയാൾ വിളിക്കുന്നത് ലീവിംഗ് ഗ്രൂപ്പ്. എന്തായിരിക്കും? ലീവിംഗ് ഗ്രൂപ്പ്. ലീവിംഗ് ഗ്രൂപ്പിനെ പുഷ് ചെയ്ത് കളയും കേട്ടോ, ഓർത്ത് നോക്കുക. ലീവിംഗ് ഗ്രൂപ്പ് തെറിച്ച് അങ്ങ് പോകും. ഓക്കെ, അപ്പൊ നമ്മൾ 3 പോയിന്റ് എടുത്തുള്ളൂ മെക്കാനിസത്തില്. മെക്കാനിസം ചോദിക്കും നിങ്ങൾക്ക് ആ ഹെഡിങ്സ് കിട്ടിയാൽ മതി. ഫസ്റ്റ് ഹെഡിങ് എന്തായിരുന്നു? ഇറ്റ് ടേക്ക് പ്ലേസ് ഇൻ സിംഗിൾ സ്റ്റെപ്പ്. രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. ഞാൻ പറയിപ്പിക്കോട്ടോ, ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. ഇങ്ങനെ തെറിച്ചു പോകുന്ന ടോട്ടൽ പ്രോസസ് എന്താ? ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. ആ വേർഡ് കിട്ടിയാൽ മതി, ഓർത്ത് വെക്കാം. ഇനി ഇതിങ്ങനെ ഇവിടെ നിന്ന് വന്ന് ഇടിച്ച് തെറിച്ചു പോകുന്ന ആ പ്രോസസ്സാണ് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു. ദെൻ ഫോർത്ത് പോയിന്റ്, അങ്ങനെ വരുന്ന സമയത്ത് അവർ പറയുന്നത് ഇതാണ്, ബൾക്കി ഗ്രൂപ്പ് ഹിൻഡർ ദ അപ്രോച്ചസ് ഓഫ് ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ വലിയ ഗ്രൂപ്പ് വരുമ്പോ, വലിയ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അതിന് ഈ ന്യൂക്ലിയോഫൈൽ വരുന്നില്ല, അതിനെന്ത് ചെയ്യും? പ്രിവെന്റ് ചെയ്യും. അതിനെന്ത് പറ്റും? പ്രിവെന്റ് ചെയ്യും. പ്രിവെന്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ ന്യൂക്ലിയോഫിലിക്കിന്റെ അറ്റാക്ക് നടക്കില്ല. ന്യൂക്ലിയോഫിലിക്കിന്റെ അറ്റാക്ക് നടക്കില്ല. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളിപ്പോ പോയിന്റ് എഴുതി വെച്ചോ. ഫസ്റ്റ് പോയിന്റ് നേരത്തെ പറഞ്ഞ പോലെ കേട്ടോ. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിലെ ഫസ്റ്റ് പോയിന്റ് എന്തായിരിക്കും? ഇറ്റ് ടേക്ക് പ്ലേസ് ഇൻ സിംഗിൾ സ്റ്റെപ്പ്. 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 നെക്സ്റ്റ് ലൈനിൽ എഴുതി വെക്കാം, inversion of configuration. Inversion of configuration. Inversion of configuration. കേട്ടോ. അതിന്റെ താഴെ നെക്സ്റ്റ് ലൈനിൽ First name is Sam.
ഓൺലൈനിലേക്ക് വേറെ ഒന്നല്ല, ഇതിന്റെ ഒരു ചെലവായിട്ട് കുറച്ച് സ്വീറ്റ്സ് കഴിച്ചാ കേട്ടോ. ഓക്കെ, ഓൺലൈനിലാകുമ്പോൾ എനിക്ക് തരാൻ പറ്റും. നമ്മള് സെക്കൻഡ് പോയിന്റ് എന്താ എഴുതിയ? ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. അതിന്റെ താഴെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതണം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് ആണ്. ആ അംബ്രല്ല ടേൺസ് ഇൻസൈഡ് എന്നുള്ള ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് ആണ്, അത് എഴുതണ്ട. നിങ്ങൾ വേറെ സ്റ്റേറ്റ്മെന്റ് എഴുതിയാൽ മതി. ഒന്ന് എഴുതി വെച്ചു. ഇൻ ദ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന സെക്കൻഡ് പോയിന്റ് അണ്ടറിലാണ് എഴുതുന്നത്. ഇൻ ദ ട്രാൻസിഷൻ സ്റ്റേറ്റ് കോമ ദ കാർബൺ ആറ്റം ഈസ് ഇൻ ട്രാൻസിഷൻ സ്റ്റേറ്റ് the carbon atom is simultaneously bonded to incoming nucleophile and the outgoing leaving group, LEAVING, leaving group, and the outgoing leaving group pushed away. ആരെവിടെ ലീവിംഗ് ഗ്രൂപ്പ്? നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് പറഞ്ഞേ. ഹാലജൻ അല്ലെ? ഹാലജനെ എന്ത് ചെയ്യും? പുഷ് ചെയ്ത് കളയും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ നേരത്തെ എഴുതിയേക്കുന്ന വേർഡ് അനദർ വേർഡ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയേക്കുന്നത്. ആസ് ദിസ് ഹാപ്പൻ ദ കോൺഫിഗറേഷൻ ഓഫ് കാർബൺ ആറ്റം അണ്ടർ അറ്റാക്ക് ഇൻവേർട്ട് ഇൻ മച്ച് ദ സെയിം വേ ആസ് ദ അംബ്രല്ല ടേൺ ഇൻസൈഡ് ഔട്ട് വെൻ എ കോഡ് ഇൻ എ സ്ട്രോങ് വിൻ വൈൽ ലിവിംഗ് ഗ്രൂപ്പ് ഈസ് പുഷ്ഡ് അവേ. ഇതാണ് അടുത്ത ഈ സ്റ്റേറ്റ്മെന്റ്. അതിന്റെ ആവശ്യമില്ല, നമ്മൾ ക്രിസ്പ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് പഠിച്ചാൽ മതി കേട്ടോ. വലിച്ചു വാരി പഠിക്കേണ്ട. 2 പോയിന്റ്. ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? സിംഗിൾ സ്റ്റെപ്പ്. രണ്ടാമത്തെ പോയിന്റ് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. അതിന്റെ താഴെ ആ സ്റ്റേറ്റ്മെന്റ് മീനിങ് ഒന്ന് മനസ്സിലാക്കി എഴുതി വെക്കാം. തേർഡ് പോയിന്റ് എഴുതി വെക്കാം കേട്ടോ. ഓർത്ത് നോക്കാം. തേർഡ് പോയിന്റ് കേട്ടോ. ഓർത്ത് വെക്കാം. തേർഡ് പോയിന്റ് റിയാക്ടിവിറ്റി ഓർഡർ. പ്രൈമറി ഗ്രേറ്റർ ദാൻ കേട്ടോ. ഇങ്ങനെ എഴുതരുത്, വേർഡിൽ തന്നെ എഴുതണം. പ്രൈമറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, ടെറിഷറി. പ്രൈമറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, ടെറിഷറി. ആ വേർഡിൽ എഴുതാൻ നോക്കുക കേട്ടോ. 1 ഡിഗ്രി എന്ന് എഴുതണ്ട, പ്രൈമറി എന്ന് എഴുതണം കേട്ടോ. പ്രൈമറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, ടെറിഷറി. റിയാക്ടിവിറ്റി ഓർഡർ കേട്ടോ. തേർഡ് പോയിന്റ് റിയാക്ടിവിറ്റി ഓർഡർ. പ്രൈമറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, ടെറിഷറി. റിയാക്ടിവിറ്റി ഓർഡർ. ഇനി നമ്മൾ ഇവിടെ ടെറിഷറി ലീസ്റ്റ് റിയാക്റ്റീവ് ആണ് അല്ലെ? അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി എഴുതും. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ എന്താണെന്നൊന്നും കൂടി ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഒന്ന് എഴുതി വെക്കുക താഴെ. ടെറിഷറി ലീസ്റ്റ് റിയാക്റ്റീവ്
ടെറിഷറി ലീസ്റ്റ് റിയാക്റ്റീവ്. നെക്സ്റ്റ് ലൈനിൽ കേട്ടോ, ടെറിഷറി ലീസ്റ്റ് റിയാക്റ്റീവ് because tertiary least reactive because bulky groups hinder the approaching nucleophile. Bulky groups hinder the approaching nucleophile. Tertiary halide are the least reactive because bulky groups hinder the approaching nucleophile. ഇതാണ് എഴുതേണ്ടത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അത് എന്തുകൊണ്ടാണ് നമുക്ക് ക്ലിയർ ചെയ്തൊക്കെ പറഞ്ഞു തരാം. ഇനി നമ്മൾ നേരത്തെ എഴുതിയിരിക്കുന്ന ഇത് എങ്ങനെയാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം, ടെക്സ്റ്റ് പോലെ ഒരു ഡെമോൺസ്ട്രേഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് വരക്കേണ്ടി വരും, ഇതിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. CH3 ഇങ്ങനെ എഴുതാം, CH3Br ആണെന്ന് കരുതാം. CH3Br അതിനെങ്ങനെയാണ് ഈ SN2 അറ്റാക്കിങ് വരുന്നത്? അപ്പൊ CH3യുടെ സ്ട്രക്ചർ വരക്കെ എങ്ങനെയായിരിക്കും വരക്കുന്നത്? ഇവിടെ H ഇവിടെ ഒരു Br, ഇതാണ് CH3Br. ഈ CH3Brന് ന്യൂക്ലിയോഫൈൽ ഇത് OH- എന്ന് പറയുന്ന ന്യൂക്ലിയോഫൈല് അറ്റാക്ക് ചെയ്യുന്ന കണ്ടോ, നേരെ ഓപ്പോസിറ്റ് പൊസിഷനിൽ നിന്നാണ് അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒരു ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന സമയത്ത് ഒറ്റ സ്റ്റെപ്പിൽ തന്നെയാണ് നടക്കുന്നത്. പക്ഷെ എന്താണ്, അതിന്റെ ഉള്ളില് ആ അറ്റാക്ക് ചെയ്യുന്ന കറക്റ്റ് മൊമെന്റിൽ ഫോട്ടോ എടുത്താൽ എങ്ങനെയിരിക്കും അതാണ് അവർ നോക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ കാർബൺ, ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അതിന്റെ പൊസിഷൻ ഇവിടെ നിന്ന് പതുക്കനെ ഇത് കണ്ടോ, ഈ സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് ഒന്ന് മാറും. ഇതിങ്ങനെ പോകുന്നതാണ് കാണിക്കുന്നത്. Br ഇവിടെ നിന്ന് ഇങ്ങനെ കട്ടായി പോകുന്നു. ആ സെയിം ടൈമിൽ തന്നെയാണ് സൈമൾട്ടേനിയസ്ലി ആണ് ആര് ഒന്ന് ജോയിൻ ചെയ്യുന്നത്, ആരവിടെ അറ്റാക്ക് ചെയ്യുന്നത്? OH- അല്ലെ. OH- ആരാ? ന്യൂക്ലിയോഫൈൽ ഉണ്ടോ, ഓർത്തോ. OH- ഇവിടെ വന്നിട്ട് OH- ഉണ്ടോ, ഓർത്ത് നോക്കാം. OH-. അപ്പൊ OH- ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നു. ആ മൊമെന്റിൽ തന്നെ Br പോകുന്നതാണ് ഡോട്ട് കൊടുക്കുന്നത് ഉണ്ടോ, ഓർത്ത് നോക്കാം. ഇനി ലാസ്റ്റ് എന്തായിരിക്കും പ്രൊഡക്റ്റ് വരുന്നത്? H. Then ഇവിടെ നോർമലി OH ആയി ഉണ്ടോ, ഓർത്ത് നോക്കാം. OH ഇല്ല, നമ്മുടെ വളരെ കുറച്ച് ആൾക്കാർക്കുള്ളൂ. ഞാൻ പറഞ്ഞുതരാം. ഏതാ? ഇതാണ്. അത് എഴുതിയപ്പോ അങ്ങനെ എഴുതിയെന്ന് പറഞ്ഞു കേട്ടോ, ഓർത്ത് നോക്കാം. ഇവിടെ ഡോണറാറ്റം ആരായിരിക്കും? ഓക്സിജൻ ആയിരിക്കും കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ ശ്രദ്ധിക്കേണ്ടത് ഈ Oയും Hഉം ആരാ അമ്പിഡിന്റെ ഒക്കെ ആവണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കൂടുതൽ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ, നൈട്രജൻ അവരുടെ ഔട്ടർ മോസ്റ്റിൽ കൂടുതൽ എന്തുണ്ട്? ഇലക്ട്രോൺ ഉണ്ട്. ഹൈഡ്രജൻ ആകെ എത്ര ഇലക്ട്രോൺ ഉള്ളൂ? പാവം ഒരെണ്ണം ഉള്ളൂ. അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അയാൾക്ക് ഡോണറായിട്ട് ആവാൻ പറ്റില്ല ഉണ്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ നോർമലി ഇയാളൊക്കെ എന്താണ് ആക്ച്വലി OH- എന്ന് പറയുമ്പോൾ ഡോണറായിട്ട് നിൽക്കുന്നത് ഓക്സിജൻ തന്നെയാണ് കേട്ടോ, നോക്കാം. ഓക്സിജൻ തന്നെയാണ് അവിടെ ഡോണറായിട്ട് വരുന്നത്. ഇതാണ് അതിന്റെ മെക്കാനിസം ആയിട്ട് വരുന്നത് കേട്ടോ, പുറത്തേക്കൊന്ന് വരച്ചു. ഇത് CH3Br ആണ്. ഈ ലാസ്റ്റ് കോമ്പൗണ്ട് എന്തായിരിക്കും ഒന്ന് പറഞ്ഞേ? CH3OH ഉണ്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ നമ്മൾ എഴുതുമ്പോ ഇത് കണ്ടോ, CH3Br പ്ലസ് NaOH ഗീവ്സ് എന്തായിട്ട് എഴുതാണ്ടോ, CH3OH എഴുതുമ്പോ ഇങ്ങനെ എഴുതുള്ളൂ നമ്മള് കേട്ടോ, ഓർത്ത് നോക്കാം. പക്ഷെ അതിന്റെ ഉള്ളിൽ നടക്കുന്നത് തിരിയും ഉണ്ടോ, ഇൻവേർഷൻ ആണ്. അതുകൊണ്ടാണ് ഇതിന്റെ മെക്കാനിക്സിൽ SN2 എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ, വേഗം എഴുതി വെച്ചു. മെക്കാനിസം ആണ്.
ഇനി ഇതിന്റെ ക്വസ്റ്റൻ എങ്ങനെ ചോദിക്കാം? ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഇത് കണ്ടത് CH3Br ആണ്. ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ബ്രോമോബ്യൂട്ടൈൻ. അപ്പൊ എന്തായിരിക്കും നിങ്ങൾ ചെയ്യാം? ബ്രോമോബ്യൂട്ടൈൻ, റൈറ്റ് ദ മെക്കാനിസം ഓഫ് ബ്രോമോബ്യൂട്ടൈൻ ടു ബ്യൂട്ടനോൾ. അല്ലെങ്കിൽ നേരത്തെ എഴുതിയിരിക്കുന്നതിൽ KCN അങ്ങനെയൊക്കെ വരുന്ന എന്തും നിങ്ങൾക്ക് തന്നിട്ട് ചോദിക്കാം മെക്കാനിസം ആയിട്ട്. അതാണ് നല്ല ക്വസ്റ്റൻ ആയിട്ട് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഈ ക്വസ്റ്റനിൽ നിങ്ങൾ ബ്രോമോബ്യൂട്ടൈൻ ആക്കണമെങ്കിൽ എന്തായിരിക്കും? കാർബൺ ബ്യൂട്ടൻ എന്ന് പറഞ്ഞാൽ എത്രയാ? 4 ആണ്. ഇത് CH3 അല്ലേ? ഈ ഒരു H മാറ്റായി. ഈ HO ഇഷ്ടമുള്ള H ഒരെണ്ണം കളഞ്ഞിട്ട് അവിടെ എന്ത് കൊടുക്കാം നിങ്ങൾക്ക്? C3H എത്ര എണ്ണം വരും? എങ്ങനെ കണ്ടെത്തന്നെ? ഇതിനെ ഡബിൾ ആക്കിയിട്ട് ഒരെണ്ണം കൂട്ടുക. അപ്പൊ 3 ഡബിൾ എത്രയാ? 6. 1 കൂടി കൂട്ടിയാൽ എന്ത് വരും? 7. ഉണ്ടോ? ഓർത്ത് നോക്കുക. ഡബിൾ ആക്കിയിട്ട് ഒരെണ്ണം കൂട്ടുക, അത്രേ ഉള്ളൂ. C3H7. ഇതാണ് ബ്രോമോബ്യൂട്ടൈൻ. ഉണ്ടോ? അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ ഇത് ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള എന്ത് ചോദിച്ചാലും ചെയ്യാൻ പറ്റും കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെ നിങ്ങൾ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാം. അത് തന്നെ അവിടെ CH3, ഇവിടെയും എന്ത് വരും? C3H7. ഉണ്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ വേറെ ഏത് കോമ്പൗണ്ടിൽ ചോദിച്ചാലും മെക്കാനിസം ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ ഒരെണ്ണം പഠിച്ചിട്ട് അതിനെ മാറ്റുന്ന രീതിയിൽ വരാം. അല്ലെങ്കിൽ നിങ്ങൾ ഗൈഡുകളിൽ നോക്കുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് വേറൊരു രീതിയിലായിരിക്കും അവർ വരക്കുന്നത്. ഇതിന് നേരെ വരച്ച് വരാം. അപ്പൊ അത് കാണാതെ പഠിക്കുക. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരെണ്ണം പഠിച്ചാൽ മതി. എന്നിട്ട് ബാക്കി എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഇതേ അപ്രോച്ചിൽ കൊണ്ടുവരാം കേട്ടോ. അതാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ലാസ്റ്റ് എഴുതിയ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വിളിക്കാം. എന്താണ്? ബൾക്കി ഗ്രൂപ്പ് ഹിൻഡർ ദ അപ്രോച്ചസ് ഓഫ് ന്യൂക്ലിയോഫൈൽ ദർ ഫോർ ടെർഷറി ലീസ്റ്റ് റിയാക്റ്റീവ്. ഇവിടെ നോക്കിയത് ആരാ? ന്യൂക്ലിയോഫൈൽ ആണ്. OH- ആണ്. അതിനെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. ആരെ അറ്റാക്ക് ചെയ്യുന്നത്? ഈ കാർബണിനെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഇത് വലിയ ഗ്രൂപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യും? അതിനെന്ത് ചെയ്യും? ഹിൻഡർ എന്ന് പറഞ്ഞാൽ എന്താ? എടുക്കും അല്ലെ? അതിനെ ഓൾറെഡി എന്ത് ചെയ്യും? പ്രിവെന്റ് ചെയ്യും. ഓക്കെ. അപ്പൊ അങ്ങനെ പ്രിവെന്റ് ചെയ്യണ സമയത്ത് എന്ത് പറ്റും? ഇത് അറ്റാക്കിങ് അവിടെ നടക്കില്ല. അതാണ് ഹിൻഡർ ദ അപ്രോച്ചസ് ഓഫ് ന്യൂക്ലിയോഫൈൽ കേട്ടോ. ഓർത്തോക. ഇപ്പൊ നമുക്കറിയാലോ പ്രൈം മിനിസ്റ്റർ ഒക്കെ വരുന്ന ടൈമാണ്. പുള്ളിനെ പോയി നേരിട്ട് കാണാൻ പറ്റൂ? ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ? വൈ? ചെന്ന് നോക്കി അങ്ങനെ ചെന്നാൽ എന്ത് പറ്റും അല്ലെ? നമ്മളൊക്കെ എടുത്തോണ്ട് പോകും അല്ലെ? ഓർത്തോക. എന്ത് ചെയ്യും? അവിടുത്തെ സെക്യൂരിറ്റി വന്ന് പ്രിവെന്റ് ചെയ്യും അല്ലെ? അതല്ലോ. ഓർത്തോക. ഇനി ഇയാളുടെ അടുത്ത് അങ്ങനെ അപ്രോച്ച് ചെയ്യാൻ വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. ഇയാൾക്ക് സെക്യൂരിറ്റി ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് വരും അല്ലെ? അതുപോലെയാണ് ഇപ്പൊ ടെർഷറി എന്ന് പറയുമ്പോൾ അതിന് ചുറ്റിനും എത്ര സെക്യൂരിറ്റി വരും? 1 ഉണ്ടോ? ഇപ്പൊ ഇവിടെ ടെർഷറി ആക്കിയാണ്ടോ? ഇത് ടെർഷറി. അപ്പൊ ഇതിന് അറ്റാക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ബൾക്കി ഗ്രൂപ്പ് ഹിൻഡർ ദ അപ്രോച്ച്. ഈ കാർബണിന്റെ ചെയിൻ കൂടുന്തോറും ഇതിന്റെ ഹിൻഡറൻസ് കൂടും. അപ്പൊ ആ റിയാക്ഷൻ നടക്കില്ല. അതുകൊണ്ടാണ് അത് ലീസ്റ്റ് റിയാക്റ്റീവ് ആയിട്ട് വരുന്നത്. അപ്പൊ ബൾക്കി ഗ്രൂപ്പ് ഹിൻഡർ ദ അപ്രോച്ചസ് ഓഫ് ന്യൂക്ലിയോഫൈൽ. ആ വേർഡ് ഓർത്ത് നോക്കുക. ഹിൻഡർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രിവെന്റ് ചെയ്യും ഇതിന്റെ ആ ന്യൂക്ലിയോഫൈലിന്റെ അപ്രോച്ച്. അതുകൊണ്ട് റിയാക്ടിവിറ്റി കുറയും. ഇനി ഇതിന്റെ ബാക്കിൽ ഇത് കഴിഞ്ഞു വരുന്ന ക്വസ്റ്റ്യൻസ് മുഴുവനും റിയാക്ടിവിറ്റി സീരീസ് വെച്ചിട്ടായിരിക്കും ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതിന്റെ താഴെ കേട്ടോ. കൂടുതൽ ചോദിക്കുന്നത് ലാസ്റ്റത്തെ വേർഡ് എന്നാണ്. മെക്കാനിക്സ് എഴുതാനായിട്ട് പാസ്റ്റ് ഇയറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വളരെ കുറച്ച് ചോദിച്ചിട്ടുള്ളൂ. വളരെ കുറച്ച് വന്നിട്ടുള്ളൂ. ഒരു 10 ഇയർ എടുത്തോ വളരെ കുറച്ചിട്ടുള്ളൂ. ഏതാ കൂടുതൽ ചോദിച്ചേക്കുന്നത്? റിയാക്ടിവിറ്റി. SN2 റിയാക്ടിവിറ്റി ഇങ്ങനെയാണെങ്കിൽ SN1 നേരെ ഓപ്പോസിറ്റ്. അപ്പൊ അത് രണ്ടും മാറിപ്പോകരുത്. അതാണ് ആകെയുള്ള ഒരു ചലഞ്ച് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് അടുത്ത മെക്കാനിസം കേട്ടോ. ഓക്കെ. അപ്പൊ ഇപ്പൊ എന്താ ചെയ്തതെന്ന് കണ്ടോ? OH മാറ്റിയിട്ട് അല്ലെ? Br മാറ്റിയിട്ട് അവിടെ OH വന്നു. അതേ കാര്യം തന്നെ വേറെ രീതിയിൽ ചെയ്യും. വേറെ മെക്കാനിസം ആയിരിക്കും അല്ലെ? പെട്രോൾ കാർ ആൻഡ് ഡീസൽ കാർ രണ്ട് മെക്കാനിസം ഒന്നാണ്. ഡീസൽ കാറിൽ പെട്രോൾ അടിച്ചാൽ പറ്റുമോ? എന്താ പറ്റാതെ? അതിന്റെ മെക്കാനിസം ഡിഫറെന്റ് ആണ്. പർപ്പസ് എന്താ? സെയിം അല്ലേ? പുറത്തു നോക്കാം അല്ലെ? ഒരു കാർ എന്ന് പറയുന്ന സമയത്ത് പക്ഷെ അതിന്റെ എഞ്ചിൻ വ്യത്യാസമുണ്ട്. അതുപോലെ ഉള്ളിൽ നടക്കുന്ന രീതി വ്യത്യാസമുണ്ട്. ഓക്കെ കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി ഇത് SN1 SN2 എന്നുള്ളത് സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. SN1 SN2 എന്നുള്ളത് എന്തുപോലെ നടക്കും? സിറ്റുവേഷൻ അനുസരിച്ച്. അതാണ് നമ്മൾ അടുത്ത കാണാൻ പോകുന്നത്. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക. എന്തായിരിക്കും നെക്സ്റ്റ് ഹെഡിങ്? സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ന്യൂക്ലിയോഫൈൽ യൂണിമോളിക്കുലർ. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക കേട്ടോ. സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ന്യൂക്ലിയോഫൈൽ യൂണിമോളിക്കുലർ. SN1 കേട്ടോ. ഓർത്ത് നോക്കാം. അതിനെ വിളിക്കുന്നത് SN1. അത് താഴെ അണ്ടറിലെ ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. ഇറ്റ് ടേക്ക് പ്ലേസ് 2 സ്റ്റെപ്പ്. നേരത്തെ എന്തായിരുന്നു? സിംഗിൾ സ്റ്റെപ്പ് ആണ് അല്ലെ? അതിന് ഒരു ആദ്യത്തെ പോയിന്റ് എഴുതി വെക്കാം. ഇറ്റ് ടേക്ക് പ്ലേസ് 2 സ്റ്റെപ്പ്. SN1 കേട്ടോ. ഓർത്ത് നോക്കാം. SN1 ആണ്. ഇറ്റ് ടേക്ക് പ്ലേസ് 2 സ്റ്റെപ്പ്. Then നെക്സ്റ്റ് ലൈനില് സ്റ്റെപ്പ് 1 ഹൈഫൺ എഴുതി വെക്കാം. നേരെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കാം കേട്ടോ. സ്റ്റേറ്റ്മെന്റ് സ്റ്റെപ്പ് 1.
formation of carbocation in the presence of polar protic solvent. Formation of carbocation in the presence of polar protic solvent. Formation of carbocation in the presence of polar protic solvent. അപ്പോ അതിന്റെ മെക്കാനിസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്നിട്ട് ഒരു എക്സാമ്പിൾ ആക്കിയാണ് നമ്മൾ എഴുതി വെക്കാൻ പോകുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ടെറിഷറി ആണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. ടെറിഷറി കാർബോകാറ്റയോൺ ആണ് ഫോം ചെയ്യുക. ഇവിടെ ഒരു ബി ആർ ഉണ്ട്. ഈ ബി ആർ ഫസ്റ്റ് സ്റ്റെപ്പില് ഇങ്ങനെയായി മാറും. നേരെ തന്നെ എഴുതി ഇവിടെ കഴിഞ്ഞാൽ ഒന്നും വരുന്നുണ്ട്. നേരെ തന്നെ സാധാരണ പോലെ CH3. Br മൈനസ് വന്നു. ഫോർവേഡ് ആണ്. ഏതാ ഇത്? ബി ആർ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആയിട്ട് പോയി. ന്യൂക്ലിയോഫൈൽ അല്ലേ? ഉണ്ടോ? ന്യൂക്ലിയോഫൈൽ പോയി. അപ്പൊ എന്താ ഇത്? കാർബോ കാറ്റയോൺ ആയി മാറി. എന്തുകൊണ്ടാണെന്ന് പറയാം. നമ്മൾ അവർ പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇതാ, ഫോർമേഷൻ ഓഫ് കാർബോ കാറ്റയോൺ. കാറ്റയോൺ എന്താ? പോസിറ്റീവ് ചാർജ് സ്പീഷീസ്. പ്ലസ് വന്ന അതിനെ വിളിക്കുന്നത് എന്താണ്? കാറ്റയോൺ. അത് കാർബൺ വന്നത് വിളിക്കും കാർബോ കാറ്റയോൺ. അത്രേ ഉള്ളൂ. അപ്പൊ ഫോർമേഷൻ ഓഫ് കാർബോ കാറ്റയോൺ ഇൻ ദ പ്രസൻസ് ഓഫ് പോളാർ പ്രോട്ടിക് സോൾവൻ. ഇനി എന്തുകൊണ്ട് എന്താണ് എന്നുള്ള കഥയായിട്ട് പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിക്കാൻ ഞാൻ നേരത്തെ കാണിച്ചൊരു കാര്യമുണ്ട് അല്ലെ? ഇതാരായിരുന്നു? CH3Br അല്ലെ? ഓർത്തു. അല്ലെങ്കിൽ കാർബൺ ഒരു Br ഉണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ നേരത്തെ കണ്ട മെക്കാനിസത്തിൽ ഇവിടെ നിന്ന് OH മൈനസ്, ഇത് OH മൈനസ് ആണ് നമ്മൾ റെഡിൽ എഴുതിയ. അത് വന്നിട്ട് ഇവിടെ ഒന്ന് എന്ത് ചെയ്യും? ഇടിക്കുമ്പോൾ എന്ത് ചെയ്യും? തെറിച്ചു പോകും. അതിനെയാണ് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ അല്ലെ? ഓർത്തു നോക്കാം. ഇപ്പൊ ഇയാള് ബ്രോമിൻ ആണെന്ന് കരുതുക അല്ലെ? ബ്രോമിൻ ഇയാൾ അവിടെ ഇരിക്കുകയാണ്. ഇയാളുടെ അടുത്ത് ഒന്നും മാറി തരും, ഞാൻ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചാൽ പറയും. അതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു? ഇയാൾ പാവം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ഒരു ഇടിയൊക്കെ തന്ന അല്ലെ? ലിവിംഗ് ഗ്രൂപ്പ് തെറിച്ചു പോകും. ഒന്ന് ആലോചിച്ചോ, അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ടാണ് ഞാൻ ആ കസേരയിലേക്ക് ജമ്പ് ചെയ്യുന്നത്. ഓർത്തു നോക്കാം. അടുത്ത മെത്തേഡ് എന്തായിരിക്കും? ഇപ്പൊ പറഞ്ഞ മെത്തേഡിൽ എന്താ ആക്ച്വലി അല്ലെ? ന്യൂക്ലിയോഫൈൽ വരുന്നു. എന്നിട്ട് അയാളുടെ അടുത്ത് എന്ത് ചെയ്യും? ചോദിക്കും, അയാൾ പോകണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ പറഞ്ഞു. ഇയാൾ ഭയങ്കര ശക്തനായിട്ടുള്ളതാണ്. ഒരു കുഞ്ഞു വാവ വന്നിട്ട് ചോദിക്കുകയാണ്, ഒന്ന് മാറൂ എന്നൊക്കെ പറഞ്ഞു. ഇയാൾ പോടാ എന്നൊക്കെ പറയും അല്ലെ? പുറത്തു വെക്കാം. മാറില്ല. അതേ സമയത്ത് ഇയാൾക്ക് തോന്നാണ് എന്ത് ചെയ്യും? വളരെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെ, ഭയങ്കര ബലമായിട്ടുള്ള ഒരാൾ വന്നിട്ട് ഇയാളെ പേടിപ്പിക്കുകയാണെങ്കിൽ അല്ലെ, നോർമലി പോകും. വേറൊരു സിറ്റുവേഷൻ കൂടി വരാം. അതാണ് ഇവിടെ നടക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കുക. ഇത് പ്രൈമറിയിലല്ല വരുന്നത്. ഇയാൾക്ക് ചുറ്റിനും എന്തുണ്ട്? 3 ഗ്രൂപ്പ്സ് ഉണ്ട്. ഈ Br അവിടെ പോകുന്നുണ്ട്. അങ്ങനെ വരുന്നത് ന്യൂക്ലിയോഫൈലിന്റെ ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോളാർ പ്രോട്ടിക് സോൾവെന്റ് വരുന്നത്. പോളാർ പ്രോട്ടിക് സോൾവെന്റ് പ്രസൻസിലാണ് ഇത് എന്താ കാറ്റയോൺ വരുന്നത്. കാറ്റയോണ് സ്റ്റെബിലിറ്റി കൂടുതലാണ്. ഇയാളെടുക്കാം. ഇയാളാണ് മിഡിലെ കാർബൺ ആണെന്ന് കരുതാം. മിഡിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ആക്ച്വലി വരുന്നത്. ഇയാൾക്ക് ചുറ്റിനും ആൾക്കാരുണ്ട്. ശരിയല്ലേ? പുറത്തു നോക്കാം. ഇയാളുടെ അടുത്ത് നോർമലി ബ്രോമിൻ ഉണ്ട്. ആക്ച്വലി ബ്രോമിൻ ഈ പേനയാണെന്ന് വിചാരിച്ചു. പേനയാണ് ഇയാൾ പിടിച്ചേക്കുന്നത്. നോർമലി ഈ ചുറ്റിനുള്ള ആൾക്കാർ പറയാണ് ആക്ച്വലി ഇയാളുടെ അടുത്ത് പറയണം, ആ പേന വിട്ട് കളഞ്ഞേക്ക്. മനസ്സിലായി? അപ്പൊ അവിടെ നിന്ന് അയാളെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്, ഈ പേന എടുക്കാനായിട്ട് വരികയാണ്. അയാൾ ഡേഞ്ചറസ് ആണ് എന്നൊക്കെ ഈ ചുറ്റിനുള്ള ആൾക്കാര് പറയും. അങ്ങനെ വരുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യും? ഈസി ആയിട്ട് ലീവ് ചെയ്യും. അങ്ങനെ ലീവ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? ഇയാൾക്ക് പ്ലസ് അല്ലെ? പിന്നെ ഒരു വേക്കന്റ് ആണ് ആക്ച്വലി. ആ വേക്കന്റിലേക്കാണ് Br വരുന്നത്. പുറത്തു നോക്കാം. ആ വേക്കന്റിലേക്കാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, അയാൾ വന്ന് ഇയാൾ അറ്റാക്ക് ചെയ്യണ സമയത്ത് ശ്രദ്ധിക്കുക, ചുറ്റിനുള്ള ആൾക്കാരാണ് പറഞ്ഞു പേടിപ്പിച്ചത് അല്ലെ? ചുറ്റിനുള്ള ആൾക്കാർ നോക്കിയ സമയത്ത് അയാൾ അറ്റാക്കാൻ വരുന്നുണ്ട്, ഇയാള് ഇവിടെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കും ഇടി കിട്ടാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യും? പൊക്കോ എന്നൊക്കെ പറഞ്ഞു അല്ലെ? ആ രീതിയിൽ ഓർത്തു നോക്കാം. ഇനി ഇത് ഞാനിങ്ങനെ ഒരു മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പൊ ഓർത്തു നോക്കാം, ചുറ്റിനുള്ള ഈ ഗ്രൂപ്പ് കൂടുന്തോറും ഇത് ഈസി ആയിട്ട് എന്തിൽ നടക്കും? SN1 അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. ഇനി ഇതിന്റെ റീസൺ ഹൈപ്പർ കോൺജുഗേഷൻ ആണ്. എന്താണ് ഹൈപ്പർ കോൺജുഗേഷൻ? ഈ കൺസെപ്റ്റ് വെച്ചിട്ട് പറ. ഹൈപ്പർ കോൺജുഗേഷൻ എന്തായിരുന്നു? കഴിഞ്ഞ വർഷം 3 പോയിന്റ് എഴുതിയിരിക്കുന്നത്. ഹൈപ്പർ കോൺജുഗേഷൻ ജനറൽ സ്റ്റെബിലൈസേഷൻ ഓഫ് ഇന്ററാക്ഷൻ. ഹൈപ്പർ കോൺജുഗേഷൻ എന്താ പറഞ്ഞേ? ജനറൽ സ്റ്റെബിലൈസേഷൻ ഓഫ് ഇന്ററാക്ഷൻ. ഇന്ററാക്ഷൻ കൊണ്ട് എന്തുണ്ടാവുന്നു? സ്റ്റെബിലിറ്റി ഉണ്ടാകും. ഇന്ററാക്ഷൻ കൊണ്ട് എന്തുണ്ടാവും? സ്റ്റെബിലിറ്റി ഉണ്ടാകും. അതില് നമ്മൾ പറയുന്നു MTP ഓർബിറ്റൽ പാർഷ്യൽ ബോണ്ട് വിത്ത്
CH ബോണ്ട് ഇൻ ആൽക്കൈൽ ഗ്രൂപ്പ്. MTP ഓർബിറ്റൽ ഉണ്ടാവും. MTP ഓർബിറ്റൽ എന്ന് പറഞ്ഞത് കണ്ടോ, ഇയാളുടെ ഈ പേന അല്ലെ പോയി MT ആയി. ഇയാൾക്ക് വിഷമം ഉണ്ടാവില്ലേ? പുറത്തു നോക്കാം. ചുറ്റും നിന്ന ആൾക്കാർ എന്ന് പറയും, ആ പേന പൊക്കോട്ടെ, കുഴപ്പമില്ല, സമാധാനമല്ലേ വേണ്ടത്, അയാൾ വന്ന് തന്നെ പിടിച്ച് ഇടിക്കാരെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? അതാണ് ഹൈപ്പർ കോൺജുഗേഷൻ. അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ കിട്ടത്തില്ല. അതിന് പകരം ഹൈപ്പർ കോൺജുഗേഷൻ അത് നമുക്കൊന്നും മനസ്സിലാവില്ല. അങ്ങനെ പഠിച്ചാൽ എന്താ ഗുണം എന്ന് പറഞ്ഞാല്, ഇവിടെ നിങ്ങൾക്ക് പിന്നീട് വലിയ കോമ്പൗണ്ട് എത്തുമ്പോൾ ഒരേ ടെറിഷറി എത്തുന്നു. അപ്പൊ ആർക്കാണ് സ്റ്റെബിലിറ്റി? അതൊക്കെ ആലോചിക്കാൻ പറ്റും. ആ കൺസെപ്റ്റിനെ വളരെ പേഴ്സണൽ ആയിട്ട് പഠിക്കാൻ നോക്കുക, എങ്കിൽ ഈസി ആയിരിക്കും കൺസെപ്റ്റ് പിന്നീട്, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ എന്തുകൊണ്ടാണ് ഇയാൾ ഈ പേന കളഞ്ഞത്? ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ചെയ്തു അല്ലെ, ചുറ്റിനുള്ള ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ചെയ്തു. ആ ഇൻഫ്ലുവൻസിനെ വിളിക്കുന്ന പേരെന്താണ്? ഹൈപ്പർ കോൺജുഗേഷൻ. ഹൈപ്പർ കോൺജുഗേഷൻ എന്താന്ന് പറഞ്ഞ ഒറ്റ വേർഡിൽ പറഞ്ഞേ, ജനറൽ സ്റ്റെബിലൈസേഷൻ ഓഫ് ഇന്ററാക്ഷൻ. ഈ വേർഡ് ഹൈപ്പർ കോൺജുഗേഷന്റെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ ലൈനാണ്. ആദ്യത്തെ ലൈൻ വീട്ടിൽ പോയിട്ട് എടുത്ത് നോക്കിക്കോ. ഹൈപ്പർ കോൺജുഗേഷൻ ആദ്യത്തെ ലൈൻ എന്താന്ന് നോക്കുക. ഹൈപ്പർ കോൺജുഗേഷൻ ഇസ് ദ ജനറൽ സ്റ്റെബിലൈസേഷൻ ഓഫ് ഇന്ററാക്ഷൻ. ഇയാൾക്ക് ചുറ്റിനുള്ള ഇന്ററാക്ട് ചെയ്തേക്കുന്നതാണ്ടോ ഈ പേഴ്സൺസ്, അവർ പറഞ്ഞു ഇയാൾക്ക് സ്റ്റെബിലിറ്റി കിട്ടി. ഓർത്തു നോക്കുക. അങ്ങനെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാവുന്നത്, ടെറിഷറി കാർബോകാറ്റയാണ് ഉണ്ടാവുന്നത്. ഓർത്തു നോക്കുക. ഇയാൾ ഒറ്റക്കാണെന്ന് കരുതുക, ചുറ്റും അയാൾ തന്നെ സമയത്ത് അയാൾ കാണുമ്പോൾ തന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് അറ്റാക്ക് ചെയ്യാനൊക്കെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും അല്ലെ? എന്ത് പറ്റും? അയാൾ തന്നെ സമയത്ത് തന്നില്ല, എന്ത് ചെയ്യും എന്ന് ചോദിക്കും. എന്ത് പറ്റും? താൻ പേടിച്ചു പോകും. മനസ്സിലായി? അവിടെ നിൽക്കും. അതുകൊണ്ട് പ്രൈമറിയിൽ ഇത് എന്തായിരിക്കും? നടക്കൂല. അപ്പൊ റിയാക്ടിവിറ്റി എന്ത് വരും? നേരെ ഓപ്പോസിറ്റ്. അപ്പൊ എങ്ങനെ വരും? ടെറിഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. എന്തുകൊണ്ടാ അയാള് കൊടുത്തത് ടെറിഷറിക്ക്? ഇന്ററാക്ഷൻ കൊണ്ട് അല്ലെ, സ്റ്റെബിലിറ്റിക്ക് വേണ്ടി. ഇവരൊക്കെ പറഞ്ഞു ഇന്ററാക്ട് ചെയ്ത് ആ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ടെറിഷറി വന്നു. അപ്പോ ഇതില് റിയാക്ടിവിറ്റി ഓപ്പോസിറ്റ് ആവും. പ്രൈമറി ആണെങ്കിൽ അയാൾക്ക് അറിഞ്ഞൂടാ, അയാൾ ആക്ച്വലി ഭയങ്കര ഡേഞ്ചറസ് ആണ്, പക്ഷെ എന്ത് ചെയ്തു? അറിയില്ല. അപ്പൊ എന്ത് ചെയ്യും? ആ അറ്റാക്കിങ്ങിന് അല്ലെ അയാൾ ഓവർകം ചെയ്യാൻ പറ്റും. അപ്പൊ സ്റ്റെപ്പ് 1 എന്തുണ്ടായി? കാർബോകാറ്റയോൺ. സ്റ്റെപ്പ് 2 നെക്സ്റ്റ്. ഇത് എഴുതണോട്ടോ, വരച്ചോ, ഇത് വേഗം വരക്കാം കേട്ടോ, ഇത് വരയ്ക്കും. സ്റ്റെപ്പ് 1 ഇതിന്റെ താഴെ എഴുതി വെക്കണം കാർബോകാറ്റയോൺ. കാർബോകാറ്റയോൺ കേട്ടോ, ഓർത്ത് നോക്കാം. സ്റ്റെപ്പ് 2 എന്ന് എഴുതട്ടോ. സ്റ്റെപ്പ് 2 അടുത്ത ലൈനിൽ സ്റ്റെപ്പ് 2 ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ടു ദി കാർബോകാറ്റയോൺ. ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ടു ദി കാർബോകാറ്റയോൺ. ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ടു ദി കാർബോകാറ്റയോൺ. കാർബോകാറ്റയോൺ ആണ്. അതിൽ നമ്മൾ നേരത്തെ കണ്ട അതേ ന്യൂക്ലിയോഫൈൽ OH- ആണ് കൊടുക്കുന്നത്. ഈ OH- ആണ് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതിന് പകരം CN- ഇഷ്ടമുള്ള നേരത്തെ വന്നേക്കുന്ന ന്യൂക്ലിയോഫൈലുകൾ ഏത് വേണമെങ്കിലും കൊടുക്കാൻ നമുക്ക് കണ്ടോ, പുറത്തു നോക്കാം. അപ്പൊ ആ ന്യൂക്ലിയോഫൈല് അതിലേക്ക് വന്നു. അങ്ങനെ വരുന്ന സമയത്ത് ആ കോമ്പൗണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോം ചെയ്യും. അല്ലെ, ഓൾറെഡി വേക്കന്റ് ആണ്. ഇത് പ്ലസും മൈനസും ആണ്. അപ്പൊ പെട്ടെന്ന് റിയാക്ഷൻ നടക്കുകയും ചെയ്യും. കണ്ടോ, ഇതാണ് ന്യൂക്ലിയോഫൈൽ. ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ടു ദി കാർബോകാറ്റയോൺ സ്റ്റെപ്പ് 2. ഇനി ഇതല്ല, ഇത് സ്ട്രെയിറ്റ് ആണ്. മറ്റവൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും കേട്ടോ, നോക്കാം. ഇനി പോളാർ പ്രോട്ടിക് സോൾവെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് വാട്ടർ, ആൽക്കഹോൾ, H+ റിലീസ് ചെയ്യുന്ന എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം? പോളാർ പ്രോട്ടിക് സോൾവെന്റ് എന്ന് വിളിക്കാം കേട്ടോ, ഓർത്ത് വെക്കാം. ഒന്ന് സൈഡിൽ നോട്ടായിട്ട് എഴുതി വെക്കാം കേട്ടോ, പോളാർ പ്രോട്ടിക് സോൾവെന്റ്. ഇത് എഴുതി കഴിഞ്ഞിട്ട് സൈഡിൽ പോളാർ പ്രോട്ടിക് സോൾവെന്റ് ഹൈഫൺ എന്തൊക്കെ കൊടുക്കണം? വാട്ടർ, എത്തനോൾ എക്സെട്ര. H+ റിലീസ് ചെയ്യുന്ന എന്തിനും നമുക്ക് എന്ത് കൊടുക്കാം? പോളാർ പ്രോട്ടിക് സോൾവെന്റ്. any compound release H+, easily release H+. ഏതൊക്കെയായിരിക്കും? H2O, ethanol, alcohol ഇല്ലേ, എക്സെട്ര.
അവരൊക്കെ H+ ഈസി ആയിട്ട് റിലീസ് ചെയ്യും. സ്ട്രോങ് ആസിഡ് കൊടുക്കാതെ മൈൽഡ് ആസിഡുകളെല്ലാം പോളാർ പ്രോട്ടിക് സോൾവെന്റ് ആയിട്ട് വരും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ സ്റ്റെപ്പ് 1 കഴിഞ്ഞു, സ്റ്റെപ്പ് 2 കഴിഞ്ഞു. ഇനി അടുത്തൊരു പോയിന്റ് ആണ് റിയാക്ടിവിറ്റി കേട്ടോ. റിയാക്ടിവിറ്റി ഓർഡർ എങ്ങനെയായിരിക്കും? റിയാക്ടിവിറ്റി ഓർഡർ നേരത്തെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ടെറിഷറി ഗ്രേറ്റർ ദാൻ കേട്ടോ. റിയാക്ടിവിറ്റി ഓർഡർ ടെറിഷറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി കേട്ടോ. ടെറിഷറി എന്ന് പറഞ്ഞാൽ ഇതുപോലെ കേട്ടോ, കാർബൺ അറ്റാച്ച് ചെയ്യുന്ന ഫംഗ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റം അനദർ 3 കാർബൺ ആറ്റം ആയിട്ട് ജോയിൻ ചെയ്താൽ ടെറിഷറി. അപ്പോൾ റിയാക്ടിവിറ്റി ഓർഡർ ടെറിഷറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, പ്രൈമറി. റിയാക്ടിവിറ്റി ഓർഡർ ടെറിഷറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, പ്രൈമറി. ഇല്ലില്ല, കോൺഫിഗറേഷന് വ്യത്യാസമില്ല, അതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ. ഒരാൾ പോയിട്ടാണ് മാറുമോ? ഇല്ല. അപ്പൊ ഇൻവേർഷൻ എവിടെയാണ് നടക്കുന്നത് ചോദിച്ചത് നല്ലത്. ഇൻവേർഷൻ SN2 കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇൻവേർഷൻ നടന്നു എന്ന് പറഞ്ഞാൽ അത് SN2 ഐഡന്റിഫൈ ചെയ്തേക്കണം. ഇതിലെന്താണ് ആക്ച്വലി ഇൻവേർഷൻ ഇല്ല. ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ അങ്ങ് മറയും അല്ലെ, ഓർത്ത് നോക്കാം. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ഓർത്ത് നോക്കാം, എന്തുകൊണ്ടായിരിക്കും ടെറിഷറി കാർബോകാറ്റയോൺ സ്റ്റെബിലിറ്റി കൂടുന്നത്? ഹൈപ്പർ കോൺജുഗേഷൻ ആണ് കേട്ടോ, ഓർത്ത് നോക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞേക്കുന്ന വേർഡ് ഉണ്ട്, ആ വേർഡ് ഒന്ന് വായിക്കാം. ഗ്രേറ്റർ ദ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ, ഗ്രേറ്റർ വിൽ ബി ഇറ്റ്സ് ഈസ് ഓഫ് ഫോർമേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ആൻഡ് ഫാസ്റ്റർ വിൽ ബി ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. ഇതാണ് ടെക്സ്റ്റ് ബുക്കിലെ വേർഡ്, ഒന്നും കൂടി ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഗ്രേറ്റർ ദ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതി. ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് ആണ് ഗ്രേറ്റർ ദ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ. ആരാ ഗ്രേറ്റർ സ്റ്റെബിലിറ്റി കൂടുതൽ? ടെറിഷറിക്കാണ് അല്ലെ. ഗ്രേറ്റർ ദ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ ബ്രാക്കറ്റിൽ എഴുതി വെക്കുക, ടെറിഷറി. Greater the stability of carbocation, bracket tertiary. Greater will be greater the stability of carbocation, greater will be its ease of formation. Its ease of formation from alkyl halide. From alkyl halide. And faster will be the rate of reaction. And faster will be the rate of reaction. ഓർത്ത് നോക്കാം. റീസൺ ഇനി ടെറിഷറി കാർബോകാറ്റയോൺ എന്തുകൊണ്ട് സ്റ്റേബിൾ ആയി എന്ന് ചോദിച്ചാൽ അതിന് എഴുതേണ്ട വേർഡാണ് ഹൈപ്പർ കോൺജുഗേഷൻ. ഇനി ഹൈപ്പർ കോൺജുഗേഷൻ എന്തോ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുന്ന ഏറ്റവും സിമ്പിൾ വേർഡാണ് ജനറൽ സ്റ്റെബിലൈസേഷൻ ഓഫ് ഇന്ററാക്ഷൻ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നോട്ടായിട്ട് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കണം. ഹൈപ്പർ കോൺജുഗേഷൻ ആണ്. ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ററാക്ഷൻ കൊണ്ട് മോളിക്യൂളിന് എന്തുണ്ടാവും? സ്റ്റെബിലിറ്റി ഉണ്ടാവും കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് ഇതാണ് രണ്ട് മെക്കാനിസം. അപ്പൊ തുടക്കം എന്തായിരുന്നു? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂക്ലിയോഫൈൽ ആരാ? നെഗറ്റീവ് ചാർജ് സ്പീഷീസ്. അങ്ങനെ ഓർത്ത് നോക്കാം. OH മൈനസ്, CN മൈനസ്. അപ്പൊ പുതിയൊരു കോമ്പൗണ്ടിൽ നിന്നൊക്കെ ന്യൂക്ലിയോഫൈലുകൾ ഉണ്ടാക്കാനായിട്ട് നമ്മളൊക്കെ പഠിച്ചു നോക്കണം. HCN ആരാ ന്യൂക്ലിയോഫൈൽ? H+ ആൻഡ് CN മൈനസ്. അത് ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് വരുന്ന ഒരു ഹെഡിങ് ആണ്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്ത് വേണം? ഈ ROH അതിൽ ആരായിരിക്കും ന്യൂക്ലിയോഫൈൽ അല്ലെ? അതാണ് ഒരു എക്സെപ്ഷൻ. അടുത്ത ചാപ്റ്ററിലുള്ളത് ROH. ഇതിൽ ആരാണ് ന്യൂക്ലിയോഫൈൽ അല്ലെ? നമുക്ക് അങ്ങനെ R+ ആൻഡ് OH മൈനസ് എന്ന് പറയാൻ നോക്കാം. അല്ല, RO മൈനസ് ആൻഡ് H+. വെള്ളത്തിലിട്ടാൽ ഇതിൽ നിന്ന് എന്താ റിലീസ് ചെയ്യാ? ആൽക്കഹോൾ വെള്ളത്തിലിട്ടാൽ എന്ത് പറ്റും? H+ റിലീസ് ചെയ്യും. അപ്പോ മെറ്റൽ ഉണ്ടെങ്കിൽ മെറ്റലിനെ മാറ്റിയാൽ ബാക്കി പോർഷൻ എന്ത് കിട്ടും? ന്യൂക്ലിയോഫൈൽ കിട്ടും കേട്ടോ. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ എൻട്രൻസിൽ ചോദിക്കുകയാണ് ഇതിനോടൊപ്പം ഞാൻ തന്നെ ഇവിടെ നോക്കിക്കോട്ടോ. CH3 CH2 CH3 CH3 CH2 CHOH ഇങ്ങനെയാണ് തന്നെ തരുന്നത്. CH2H ഇങ്ങനെയാണ് തരുന്നത് നോക്കാം. ഇത് ആരൊക്കെ നമ്മളെ ജോയിൻ ചെയ്യാൻ പോണേ? ഇപ്പൊ EBR VH പോവും കണ്ടോ, എന്നിട്ട് അവരങ്ങ് ജോയിൻ ചെയ്യും. ഐഡിയ മനസ്സിലാ? അപ്പൊ ഈ റിയാക്ഷൻ ഇങ്ങനെ തരുമ്പോ അപ്പൊ ഇതാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. ബേസ് എന്ന് പറയുന്നത് നിങ്ങൾ ഓർത്ത് നോക്കാം, അതിന്റെ ഒരു എന്താണ് ഒതന്റിക് റൂൾ അല്ല, ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ട്രിക്കാണ് ആക്ച്വലി വരുന്നത്. അല്ലാതെ ഇതൊക്കെ കാണാതെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ കിട്ടാൻ ഒരു 10-500 റിയാക്ഷൻസ് ഉണ്ട്. അതിന്റെ മെയിൻ ഐഡിയാസ് പഠിക്കാം. ഐഡിയ പഠിക്കുന്നത് അത് നിങ്ങൾക്ക് വേണ്ടി ഒതന്റിക് ആയിട്ട് അങ്ങനെ എഴുതി വെച്ചിട്ടുള്ള ഒരു സ്ഥലത്ത്. അതാ പറഞ്ഞേ ന്യൂക്ലിയോഫൈൽ എങ്ങനെ ഉണ്ടാക്കാൻ പഠിക്കണം,
ഒരു കോമ്പൗണ്ട് തന്ന ആ കോമ്പൗണ്ടിൽ മെറ്റൽ ഉണ്ടെങ്കിൽ ആരെ മാറ്റണം? മെറ്റലിനെ മാറ്റണം. ബാക്കി പോർഷൻ എന്തായിട്ട് എടുത്തേക്കണം? ന്യൂക്ലിയോഫൈൽ. ഇനി ഹൈഡ്രജൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ഹൈഡ്രജനെ പിടിച്ച് എന്ത് ചെയ്യണം? മാറ്റി എന്താവും? അത് ന്യൂക്ലിയോഫൈൽ ആവും കേട്ടോ. ന്യൂക്ലിയോഫൈൽ ആവും. അങ്ങനെ പഠിച്ചാൽ ഈസിയാണ് കേട്ടോ. സോഡിയം ബൈസൾഫേറ്റ് NaHSO3 നിങ്ങൾക്ക് ഉള്ളതാണ്. ഇതെല്ലാം വേറെ അല്ല. NaHSO3 ഇതിൽ നിന്ന് ആരാ ന്യൂക്ലിയോഫൈൽ? ആര് വരും? മെറ്റൽ ഉണ്ടാ, മെറ്റലിനെ മാറ്റണം. അപ്പൊ എന്തോരും മെറ്റൽ പോകും? HSO3 മൈനസ്. HSO3 മൈനസ്. ഇത് സോഡിയം ബൈസൾഫേറ്റ്, അതിൽ നിന്ന് ന്യൂക്ലിയോഫൈൽ വരും. മനസ്സിലായി? അങ്ങനെ ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് എളുപ്പമാണ്. അത് ജോയിൻ ചെയ്യുന്നു, അങ്ങനെയൊക്കെ വരും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ആ വേർഡ് കാണുമ്പോൾ തന്നെ പഠിക്കണം. ആദ്യം നിങ്ങൾ ന്യൂക്ലിയോഫൈലിനെ ഐഡന്റിഫൈ ചെയ്യാതെ വെറുതെ കാണാതെ പഠിക്കാൻ നോക്കല്ലേ കേട്ടോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? അത് മാറി Br മാറിയിട്ട് അവിടെ വരുന്നു. ഓക്കെ. ഇനി അതിന്റെ മെക്കാനിസം രണ്ട് വേ, SN2 ആൻഡ് SN1. SN2 എന്തായിരുന്നു? ടേക്ക് പ്ലേസ് സിംഗിൾ സ്റ്റെപ്പ്. SN2 സിംഗിൾ സ്റ്റെപ്പ്. SN1 എന്തായിരുന്നു? 2 സ്റ്റെപ്പ്. ഉണ്ടോ? അത് തിരിച്ചാണ് തിരിച്ചേക്കണം. അതുകൊണ്ട് ആയ കൺഫ്യൂഷൻ ആവും രണ്ടും കൂടി പറയുമ്പോൾ. മനസ്സിലായി? ഓർത്ത് നോക്കുക. SN2 എത്ര സ്റ്റെപ്പാ? ടേക്ക് പ്ലേസ് സിംഗിൾ സ്റ്റെപ്പ്. ഒരെണ്ണം മര്യാദക്ക് പഠിക്കുക, എന്നിട്ട് മറ്റേതിന്റെ ഓപ്പോസിറ്റ് ഇട്ട് ആലോചിക്കുക. അതാണ് ബെസ്റ്റ്. ദെൻ സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു? ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. തേർഡ് പോയിന്റ് എന്തായിരുന്നു? റിയാക്ടിവിറ്റി ഓർഡർ. ഇതാണ് ആദ്യം പഠിക്കേണ്ടത്. ഇത് പഠിച്ചുറച്ചിട്ട് മാത്രം അതിന്റെ ഉള്ളിലേക്ക് വരച്ചൊക്കെ പഠിക്കുക ബാക്കിയൊക്കെ കേട്ടോ. ചോദിച്ച് ഇത് കിട്ടണം, മറക്കരുത് കേട്ടോ. ഓർത്തോക്ക. തേർഡ് പോയിന്റ് റിയാക്ടിവിറ്റി ഓർഡർ എന്ന് പറഞ്ഞേ. പ്രൈമറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, ടെറിഷറി. ഇത്രയും പഠിക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഫില്ലിങ്സ് പഠിക്കാം. അവിടെ മാറ്റി വെക്കാം. ദെൻ SN1 സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ന്യൂക്ലിയോഫൈൽ യൂണിമോളിക്കുലർ. അത് ഫസ്റ്റ് പോയിന്റ് എന്താ? ടേക്ക് പ്ലേസ് 2 സ്റ്റെപ്സ്. സ്റ്റെപ്പ് 1 എന്തായിരുന്നു? ഫോർമേഷൻ ഓഫ് കാർബോകാറ്റയോൺ ഇൻ ദ പ്രസൻസ് ഓഫ് പോളാർ പ്രോട്ടിക് സോൾവെന്റ്. ദെൻ കാർബോകാറ്റയോൺ കിട്ടിയ പിന്നെ നിങ്ങൾക്ക് തെറ്റില്ല. പിന്നെ അതിലേക്ക് എന്ത് ചെയ്യും? ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യും. നിങ്ങളെ ലോജിക്ക് വർക്ക് ചെയ്തോളും. സെക്കൻഡ് സ്റ്റെപ്പ് 2 പറയുന്നത് ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ദി കാർബോകാറ്റയോൺ. ദെൻ റിയാക്ടിവിറ്റി ഓർഡർ ഓപ്പോസിറ്റ് ആണ്. ടെറിഷറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, പ്രൈമറി കേട്ടോ. അടുത്ത ഹെഡിങ്ങിലേക്ക് പോവാം കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് ചോദിച്ചോ. സെക്കൻഡറി വന്നാൽ എന്തായിരിക്കും? രണ്ട് ഉപയോഗിക്കാം സിറ്റുവേഷൻ അനുസരിച്ച്. മനസ്സിലായി? സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് രണ്ട് ഉപയോഗിക്കും. കാരണം രണ്ടിന്റെയും മിഡിൽ കിടക്കുന്നതാണ് ആക്ച്വലി വരും കേട്ടോ. അത് നോക്കാം. അപ്പൊ നിങ്ങൾക്കുള്ള ക്വസ്റ്റൻ എങ്ങനെയായിരിക്കും? അവർ പറയും അല്ലെങ്കിൽ SN2 റിയാക്ടിവിറ്റി ഓർഡർ, അല്ലെങ്കിൽ അടുത്ത SN1 റിയാക്ടിവിറ്റി ഓർഡർ കേട്ടോ. ഓർത്ത് നോക്കാം. വീട്ടിൽ പോയിട്ട് ഇതിന്റെ താഴെ എക്സാമ്പിൾ ക്വസ്റ്റൻ വിത്ത് ആൻസർ ഉണ്ടോ നോക്കി വെച്ചേക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. നമ്മള് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതും ഒരുമിച്ച് നോക്കും കേട്ടോ. ഓർത്ത് നോക്കാം. നെക്സ്റ്റ് അടുത്ത ഹെഡിങ് എഴുതി വെക്കാം. സ്റ്റീരിയോ ഐസോമറിസം അല്ലെങ്കിൽ സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് എഴുതിക്കും. സ്റ്റീരിയോ കെമിസ്ട്രി, സ്റ്റീരിയോ കെമിസ്ട്രി. കെമിക്കൽ പ്രോപ്പർട്ടീസ്. കെമിക്കൽ പ്രോപ്പർട്ടിയിലെ സെക്കൻഡ് മെയിൻ ഹെഡിങ് കേട്ടോ. ഫസ്റ്റ് ഹെഡിങ് ആണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അതിന്റെ താഴെയായിട്ടാണ് ഇവർ കൊടുത്തേക്കുന്നത്. നമ്മൾ എഴുതുമ്പോ സെക്കൻഡ് ഹെഡിങ് സ്റ്റീരിയോ കെമിസ്ട്രി തന്നെ കൊടുത്തു കേട്ടോ. ഓർത്ത് നോക്കാം. സ്റ്റീരിയോ കെമിസ്ട്രി. അതിന്റെ അണ്ടറിൽ ഒപ്റ്റിക്കൽ ഐസോമറസ് എന്ന് എഴുതാം. ശരിക്കും സ്റ്റീരിയോ ഐസോമറസ് ഏതൊക്കെയുണ്ട്? ജോമെട്രിക്കൽ ഉണ്ട്, ഒപ്റ്റിക്കൽ ഉണ്ട്. അതിൽ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഒപ്റ്റിക്കൽ ഐസോമറിസം മാത്രമേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ടാണ് ഒപ്റ്റിക്കൽ ഐസോമറിസം അണ്ടർലൈൻ ചെയ്യാം. ഒപ്റ്റിക്കൽ ഐസോമറിസം അതിന്റെ ഡെഫിനിഷൻ നമ്മൾ എഴുതും. ഒപ്റ്റിക്കൽ ഐസോമറിസിൽ പറയുന്നത് ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. എന്റെ കയ്യിൽ ഇവിടെ ഒരു ഗ്ലൂക്കോസ് ഉണ്ട്. ഗ്ലൂക്കോസ് അറിയാലോ. ഫ്രക്ടോസ് ഉണ്ട്. രണ്ടിന്റെ മോളിക്കുലർ ഫോർമുല എന്താ? ഫ്രക്ടോസ് കേട്ടല്ലേ? ഗ്ലൂക്കോസിന്റെ ഫ്രക്ടോസിന്റെ മോളിക്കുലർ ഫോർമുല എന്താ? C6H12O6. രണ്ടിനും മോളിക്കുലർ ഫോർമുല സെയിം ആണ്. രണ്ട് ലിക്വിഡ് ഞാൻ എടുത്തു വെച്ചു. എന്റെ കയ്യിൽ PPT പ്രസന്റേഷൻ ഒക്കെ ഉപയോഗിക്കുന്ന ലേസർ ലൈറ്റ് കണ്ടിട്ടില്ലേ? അതിന്റെ പ്രത്യേകത എന്താ? എത്ര ദൂരെ ആയാലും ഒരു ഡോട്ടല്ലേ പോവാ. അതിനെന്താ നമ്മൾ ഫിസിക്സിൽ ഒപ്റ്റിക്സ് എടുത്തോ? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. എന്താ വിളിക്കുന്നത്? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. അല്ലെങ്കിൽ എന്താ വിളിക്കുക? മോണോക്രോമാറ്റിക് ലൈറ്റ്. മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനേ ഉണ്ടാവുള്ളൂ. എത്ര ദൂരം കഴിഞ്ഞാലും ടോർച്ച് അടിച്ചാൽ എന്ത് പറ്റും? കുറെ ദൂരം കഴിയുന്നതോറും എന്തോ സ്പ്രെഡ് ആവും അല്ലെ? അങ്ങനെ സ്പ്രെഡ് ആവില്ല. ഇതെന്തായിരിക്കും? സിംഗിൾ ഡയറക്ഷൻ ആയിട്ട് പോകും. അപ്പൊ അങ്ങനെയുള്ള PPT-യിലൊക്കെ ഉപയോഗിക്കുന്ന മോണോക്രോമാറ്റിക് ലൈറ്റ് അല്ലെങ്കിൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് അത് ഈ ഗ്ലൂക്കോസിലും ഫ്രക്ടോസിലും ഇങ്ങനെ പാസ് ചെയ്യാണ് ആക്ച്വലി. അങ്ങനെയാണെങ്കിൽ ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഗ്ലൂക്കോസിലേക്ക് കൂടി ഇങ്ങനെ പോയിട്ട് ഇത് റൈറ്റിലേക്ക് ഡിവിയേറ്റ് ചെയ്യും. അതിൽ എന്തിലേക്ക് ഡിവിയേറ്റ് ചെയ്യും? റൈറ്റ്. ദെൻ ഫ്രക്ടോസിൽ കൂടി പോകുമ്പോൾ അത് ലെഫ്റ്റിലേക്ക് ഡിവിയേറ്റ് ചെയ്യും. അങ്ങനെ റൈറ്റിലേക്ക് ഡിവിയേറ്റ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേര് ഡെക്സ്ട്രോ റൊട്ടേറ്ററി. ലെഫ്റ്റിലേക്ക് ഡിവിയേറ്റ് ചെയ്ത് എന്ത് വിളിക്കും? ലീവോ റൊട്ടേറ്ററി. LEAVO. ലീവോ റൊട്ടേറ്ററി. അപ്പൊ ഡെക്സ്ട്രോ റൊട്ടേറ്ററിയും ലീവോ റൊട്ടേറ്ററിയും. അപ്പൊ സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. അങ്ങനെ വന്നാൽ എന്താണ്? ഐസോമർ. ഐസോമർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ?
when two or more compound have the same molecular formula but different property. അതാണ് നമ്മൾ ഐസോമറിസം. അപ്പൊ ആ ഐസോമറിസത്തിൽ വരുന്നതാണ് ഒപ്റ്റിക്കൽ ഐസോമറിസം. ഒപ്റ്റിക്കൽ ഐസോമറിസത്തിൽ എന്തായിരിക്കും? ഒരെണ്ണം റൈറ്റിലേക്ക് ടേൺ ചെയ്താൽ എന്ത് പറ്റും? ഡെക്സ്ട്രോ റൊട്ടേറ്ററി. ലെഫ്റ്റിലേക്ക് വന്നാൽ എന്ത് വിളിക്കും? ലീവോ. ഒന്ന് എഴുതി വെച്ചു. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്, plain polarized light passes through optical active compound. Plain polarized light passes through optical active compound. Optical active compound. Their turning to right is known as plain polarized light passes through optical active compound, comma, they turn into right is known as dextrorotatory. DEX ആണ് കേട്ടോ. Dextrorotatory. Dextrorotatory. And left is known as levorotatory. LAEVO കേട്ടോ. levorotatory. കേട്ടോ. ക്ലോക്ക് വൈസ് എന്ന് വിളിക്കും, ആന്റി ക്ലോക്ക് വൈസ്. ആ ഡെക്സ്ട്രോന്റെ മുകളിൽ പ്ലസ് എന്ന് കൊടുക്കുക കേട്ടോ. ഡെക്സ്ട്രോ കൊടുത്തു കഴിയുമ്പോൾ പ്ലസ് എന്നാണ്, ലീവോന്റെ അവിടെ മൈനസ് എന്ന് കൊടുക്കുക കേട്ടോ. അപ്പൊ പ്ലസ് കണ്ടാൽ അതെന്തായിരിക്കും? ഡെക്സ്ട്രോ. മൈനസ് കണ്ടാൽ എന്തായിരിക്കും? ലീവോ. അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പൊ സയന്റിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ തിങ്ക് ചെയ്യാൻ തുടങ്ങി, വാട്ട് ഇസ് റീസൺ ഫോർ ദിസ് ഫിനോമിനൻ? കാർബൺ ആണ്, സെയിം നമ്പർ അല്ലെ, C6H12O6 ആണ്. എന്നിട്ടും ഇതിന് ഇങ്ങനെ പ്രോപ്പർട്ടി കാണിക്കുന്നു. അല്ലെങ്കിൽ പല കോമ്പൗണ്ടിനും അങ്ങനെ കാണിക്കുന്നുണ്ട്, പക്ഷെ ചിലതിന് കാണിക്കില്ല, ചിലതിന് കാണിക്കും. അങ്ങനെ വന്ന സമയത്ത് ഈ കോമ്പൗണ്ടുകളെ കുറിച്ച് അവർ സ്റ്റഡി ചെയ്തപ്പോൾ കണ്ട ഒരു ടേം ആണ് കൈറാലിറ്റി. വാട്ട് യു മീൻ കൈറാലിറ്റി? കൈറാലിറ്റി പറയുന്നത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഓഫ് ഒപ്റ്റിക്കൽ ആക്റ്റീവ് കോമ്പൗണ്ട് ഈസ് നോൺ ആസ് കൈറാൽ എന്നാണ് വിളിക്കുന്നത്. പുറത്തു നോക്കാം. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ മിററിൽ നോക്കുമ്പോൾ അല്ലെ, താൻ മിററിൽ നോക്കിയാ തന്നെയാണോ കാണുന്നത്? ആണോ? അല്ലേ? മിററിൽ നിങ്ങൾ മിററിൽ നോക്കാറില്ലേ ആരും? മിററിൽ നോക്കിയാൽ എന്തായിരിക്കും? തന്നെയാണോ കാണുന്നത്? അപ്പൊ ശരിക്കുള്ള താനാണോ മിററിൽ ഇരിക്കുന്നത്? അല്ല. എന്താണ്? എന്ത് പറ്റും? ഇൻവേർട്ടഡ് ആവും. ഇല്ലല്ലോ മിററിൽ. എന്ത് പറ്റും? അതിനെന്താ വിളിക്കുക? അതിനെന്താ വിളിക്കുക? ലാറ്ററൽ ഇൻവേർഷൻ അല്ലെ. ഈ സൈഡ് പുറത്തേക്ക് അല്ലെ. കണ്ണാടികൾ കാണുന്ന ഞാനല്ല, കുറച്ചുകൂടി ഭംഗിയൊക്കെ ഉള്ളതാണ് അല്ലെ. പുറത്തു നോക്കുക. ഞാൻ കാണുമ്പോൾ അങ്ങനെ പറയാറ്, പുറത്തു നോക്കുക അല്ലെ. അപ്പൊ എന്താ ലാറ്ററൽ ഇൻവേർഷൻ വരും അല്ലെ. ഈ കൈ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇതുപോലെ ഇരിക്കും അല്ലെ. ശരിയല്ലേ? ഇതുപോലെ ഇരിക്കും. ദെൻ ഇത് ഇങ്ങനെ മോളിൽ വെച്ചാൽ കറക്റ്റ് ആവുമോ? ഇല്ല. പുറത്തു നോക്കാം. അപ്പൊ കണ്ണാടിയിൽ പ്രിന്റ് എടുത്ത് നിങ്ങളുടെ ശരിക്കുള്ള പ്രിന്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആവില്ല. അതുപോലെ ഇത് ഇങ്ങനെ വരും. അങ്ങനെയുള്ള മിറർ ഇമേജ് അങ്ങനെ ആവാൻ പാടില്ല. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ്. പുറത്തു നോക്കാം. നോൺ സൂപ്പർ ഇമ്പോസിബിൾ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലെറ്റർ ഒന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് എക്സ് എന്തായിരിക്കും? നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിരിക്കും, സൂപ്പർ ഇമ്പോസിബിൾ ആയിരിക്കും? സൂപ്പർ ഇമ്പോസിബിൾ. എക്സ് മിററിൽ കണ്ടാലും ഒരേപോലെ ഇരിക്കും. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? സൂപ്പർ ഇമ്പോസിബിൾ. അങ്ങനെ ആവാൻ പാടില്ല, എക്സിനെ പോലെ ആവാൻ പാടില്ല. ജി എങ്ങനെയായിരിക്കും? നേരെ തിരിയും അല്ലെ. പുറത്തു നോക്കാം. അതുപോലത്തെ ഇതായിരിക്കണം. അപ്പോ മിററിൽ കണ്ടാൽ അത് എന്തായിരിക്കണം അല്ലെ? അതിൽ നിന്ന് എടുത്ത് അതിന്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതാവും. ഹാൻഡൊക്കെയാണ് ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അങ്ങനത്തെ കോമ്പൗണ്ട് ആണ് വേണ്ടത്. അങ്ങനെ കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഒപ്റ്റിക്കൽ ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു ടേം പറയുന്നതാണ്. ഒരു കോമ്പൗണ്ട് കിട്ടിയാൽ ആ കോമ്പൗണ്ട് സ്ട്രക്ചർ വരക്കും നമ്മൾ. അത് മിററിൽ വന്നാൽ എങ്ങനെ ഇരിക്കും? അതും എടുക്കും. എന്നിട്ട് രണ്ടും കൂടി മാച്ച് ചെയ്ത് നോക്കണം. അങ്ങനെ മാച്ച് ചെയ്ത് നോക്കി കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഈ ടേം കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഒന്ന് എഴുതി വെക്കാം. കൈറാലിറ്റി കേട്ടോ. നെക്സ്റ്റ് ടേം ആണ് ഇതിന്റെ അണ്ടറിൽ വരുന്ന ടേം കൈറാലിറ്റി. CHIRALITY. 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 കൈറാലിറ്റി അണ്ടർലൈൻ ചെയ്യാം. അവിടെ എഴുതി വെക്കാം. ഫസ്റ്റ് പോയിന്റ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ. നോൺ സൂപ്പർ ഇമ്പോസിബിൾ. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ്. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് of optical active compound is known as chiral. Non-superimposable mirror image of optical active compound is known as
കൈറാൽ. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഓഫ് ഒപ്റ്റിക്കൽ ആക്റ്റീവ് കോമ്പൗണ്ട് ഈസ് നോൺ ആസ് കൈറാൽ. ശരിക്കും ഒപ്റ്റിക്കൽ ആക്റ്റീവ് കോമ്പൗണ്ട് എന്നുള്ള വേർഡ് ഒന്നും കൊടുക്കണ്ട, പക്ഷെ നിങ്ങൾക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. ആ ഒപ്റ്റിക്കൽ ഇതും കൈറാലും നമ്മൾ മൈൻഡിൽ ഒരു റിലേഷൻ കിടക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഒപ്റ്റിക്കൽ ആക്റ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? അത് കൈറാൽ ആയിരിക്കും. ഓക്കെ. ഇനി പ്രശ്നം വന്നത് അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോ അതിലൊരു മോളിക്കൂൾ കൊണ്ടുവന്നു, സാർ ഇത് ഒപ്റ്റിക്കൽ ആക്റ്റീവ് ആണ്, വേഗം തന്നെ ഞാനിത് വരക്കുന്നു, മിററിൽ വരക്കുന്നു, അത് കഴിഞ്ഞ് ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ഇങ്ങനെയൊക്കെ വരച്ച് 360 നോക്കണം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു പ്രശ്നമാവും അല്ലെ. അങ്ങനെ വന്ന സമയത്ത് സയന്റിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വീണ്ടും തിങ്ക് ചെയ്യാൻ തുടങ്ങി. അതിന് വേറെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ അവർ കണ്ട ഒരു ഒബ്സർവേഷൻ ആണ് ബെസ്റ്റ്. അത് വെച്ചാണ് ഇനി നമ്മളെല്ലാം ഇതിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അതുമായിട്ട് റിലേറ്റ് ചെയ്യും. അതാണ് അസിമെട്രിക് കാർബൺ ആറ്റം. സബ് ഹെഡിങ് എഴുതി വെക്കുക, അസിമെട്രിക് കാർബൺ ആറ്റം. അസിമെട്രിക് കാർബൺ ആറ്റം. അസിമെട്രിക് കാർബൺ ആറ്റം. അസിമെട്രിക് കാർബൺ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. കാർബണിന്റെ വാലൻസി എത്രയാ? 4 അല്ലേ? കാർബണിന്റെ വാലൻസി 4. ഈ 4ഉം ഡിഫറെന്റ് ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം തന്നെ. അങ്ങനെ വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് അസിമെട്രിക് കാർബൺ ആറ്റം. ഈ അസിമെട്രിക് കാർബൺ ആറ്റം ആണെങ്കിൽ പിന്നെ അത് ഒപ്റ്റിക്കൽ ആക്റ്റീവ് ആയിരിക്കും, കൈറാൽ ആയിരിക്കും, എല്ലാനും അത് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. നിങ്ങൾക്ക് ഒന്നും ചെക്ക് ചെയ്യണ്ട. ഓർത്ത് നോക്കാം. അപ്പോ കാർബണിന്റെ വാലൻസി അല്ലെ, ഒരു കാർബൺ ആണ് എങ്കിൽ ഇപ്പോ കാർബൺ ഇത് CH3 ഉണ്ടോ? ഓർത്ത് നോക്കാം, CH3. ദെൻ ഇവിടെ ഒരു H ഉണ്ട്, ഇവിടെ ഒരു Br, ഇവിടെ ഒരു OH ഉണ്ടോ? എല്ലാം ഡിഫറെന്റ് അല്ലേ? അങ്ങനെ വന്നാൽ അതിനെ നമ്മൾക്ക് എന്ത് വിളിക്കാം? അസിമെട്രിക് കാർബൺ ആറ്റം എന്ന് വിളിക്കാം. ഓക്കെ. അപ്പൊ കാർബൺ വാലൻസി 4 അല്ലെ, ഷെയ്ഡ് വിത്ത് ഡിഫറെന്റ് ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം എന്തായിരിക്കും? അസിമെട്രിക് ആയിരിക്കും കേട്ടോ. അപ്പൊ ഒന്ന് എഴുതി വെച്ചോ. കാർബൺ വാലൻസി സിമ്പിൾ വേർഡിൽ എഴുതിയാൽ മതി. കാർബൺ വാലൻസി 4 FOUR ആണ് കേട്ടോ. കാർബൺ വാലൻസി 4 FOUR. കാർബൺ വാലൻസി 4 ഷെയ്ഡ് വിത്ത് അല്ലെങ്കിൽ ബോണ്ടഡ് വിത്ത്. കാർബൺ വാലൻസി 4 FOUR കേട്ടോ. അത് ഞാൻ പറഞ്ഞേ. കാർബൺ വാലൻസി 4 ഷെയ്ഡ് വിത്ത് ഡിഫറെന്റ് ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം. കാർബൺ വാലൻസി 4 ഷെയ്ഡ് വിത്ത് ഡിഫറെന്റ് ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം. കാർബൺ വാലൻസി 4 ഷെയ്ഡ് വിത്ത് ഡിഫറെന്റ് ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം. എക്സാമ്പിൾ ഇതങ്ങ് എഴുതി വെക്കാം. ഇങ്ങനെ വന്നാൽ ഇയാളെ വിളിക്കുന്ന പേര് അസിമെട്രിക് കാർബൺ ആറ്റം എന്ന് വിളിക്കും. ഇതിനെ വിളിക്കുന്ന പേര് കൈറാൽ സെന്റർ എന്ന് വിളിക്കും, സ്റ്റീരിയോമെട്രിക് സെന്റർ എന്ന് വിളിക്കും. അങ്ങനെ പല പേരുണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഈ മിഡിൽ കാർബൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ളത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഇതിൽ ആരാണ് അസിമെട്രിക് കാർബൺ ആറ്റം? ഇത് കേട്ടോ. അയാളുടെ വേറെ പേരെന്താ അസിമെട്രിക് കാർബൺ ആറ്റത്തിന്റെ? അസിമെട്രിക് കാർബൺ കൈറാൽ സെന്റർ. ഒന്ന് എഴുതി വെക്കുക കേട്ടോ. കൈറാൽ സെന്റർ. കൈറാൽ സെന്റർ. എക്സാമ്പിളുകൾ കുറച്ചൊന്ന് എഴുതി പോവാ. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന എക്സാമ്പിൾ ഇതാണ്. ഒന്ന് കണ്ടോ, ഇത് നോക്കാം. ഇവിടെ കണ്ടോ, ഈ ബ്രോമിൻ അറ്റാച്ച് ചെയ്യുന്ന ഈ കാർബൺ ആറ്റം കേട്ടോ. ഓർത്ത് നോക്കാം. ഈ കാർബൺ ആറ്റം ഇത് കൈറാലാണ്. അപ്പൊ റെഡ് കളറിൽ ഇടാം. നിങ്ങൾ ഇടുമ്പോ ഒന്നല്ലെങ്കിൽ അതിന് ഷെയ്ഡോ എന്തെങ്കിലും ഒക്കെ എടുത്ത് മനസ്സിലാക്കാം. ഇത് കൈറാൽ കാർബൺ ആറ്റം ആണ്. അപ്പൊ ഇതെന്താ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ വരുന്നത് ഇത് 2 ബ്രോമോ ബ്യൂട്ടൈൻ ആൻഡ് 1 ബ്രോമോ ബ്യൂട്ടൈൻ വിച്ച് ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആൻഡ് വൈ, അല്ലെങ്കിൽ വിച്ച് ഈസ് കൈറാൽ സെന്റർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ ഇതിലെന്താണ്ട് അല്ലെ, 2 ബ്രോമോ ബ്യൂട്ടൈൻ. 1 ബ്രോമോന് പറ്റുമോ? ഇവിടെ ബ്രോമിൻ വന്നാൽ CH2 വരും. 2 ഹൈഡ്രജൻ സെയിം ആവും. അപ്പൊ പറ്റുമോ? ഇല്ല. ഈ കാർബൺ നോക്കിയേ, ഇതിന്റെ ഈ സൈഡിൽ മുഴുവൻ എത്ര ഗ്രൂപ്പ് ഉണ്ട്? ഇതൊരു ഗ്രൂപ്പ് കണ്ടോ. ഈ ഗ്രൂപ്പ് സെയിം ആണോ? അല്ല. ഇത് CH3, ഇതും ഒക്കെ സെയിം ആണോ? അല്ല. ഈ H എല്ലാം ഡിഫറെന്റ് ആണ്. അപ്പോ കാർബണ് ചുറ്റിനും സറൗണ്ടിങ് ആയിട്ട് വരുന്നത് ചുറ്റിനും ഡിഫറെന്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമാണത് എന്ത് വരുള്ളൂ? കാർബൺ അല്ല, ആ ഗ്രൂപ്പാണ്. ഇതുണ്ട്. ഇയാള് ഒറ്റ ഗ്രൂപ്പായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇയാൾ എന്താണ് ആക്ച്വലി ഒറ്റ ഗ്രൂപ്പായിട്ടാണ് കൺസിഡർ ചെയ്യുക കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഇതിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ആളെന്നാണ് ആക്ച്വലി വരാൻ കേട്ടോ. ഓർത്ത് നോക്കാം അല്ലേ. അപ്പൊ ഇത് മൊത്തമായിട്ടാണ് ആക്ച്വലി വരുന്നത്. ഓക്കെ അല്ലെ? ഓർത്ത് നോക്കാം. വന്നാ പറ്റില്ല. നല്ല ചോദ്യം മനസ്സിലായോ? ഇവിടെ CH2 CH2 CH3, അതുപോലെ ഇവിടെയും CH2 CH2 CH3. അങ്ങനെ വന്നാൽ പറ്റുമോ? ഇല്ല കേട്ടോ. അങ്ങനത്തെ ഒരു ക്വസ്റ്റൻ ഉണ്ട്, കാണിച്ചില്ല. ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ ആണ്. എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് അതങ്ങ് തീർത്തേക്കാം. എക്സാമ്പിൾ 10.8 എന്നൊന്ന് എഴുതി വെക്കുക. എക്സാമ്പിൾ 10.8. എക്സാമ്പിൾ 10.8.
ഇവരുടെ ചോദ്യം ഇതാണ്, which is optically active and why? അല്ലെങ്കിൽ ഐഡന്റിഫൈ ദ കൈറാൽ സെന്റർ. ഇതിൽ ഏതായിരിക്കും കൈറാൽ സെന്റർ വരുന്നത്? ഇതിനെ എ എന്ന് കൊടുക്കാം, ഇത് ബി, എയും ബിയും തന്നു. വിച്ച് ഈസ് ഒപ്റ്റിക്കൽ ആക്റ്റീവ് അല്ലെങ്കിൽ കൈറാൽ സെന്റർ ഏതിനായിരിക്കും? എ. കാരണം എന്താ, ഇവിടെ ഒരു കാർബൺ ആറ്റം ഉണ്ട് അല്ലെ, പുറത്തു നോക്കാം. അപ്പൊ ഇവിടെ എഴുതണം കൈറാൽ സെന്റർ ഒപ്റ്റിക്കലി ആക്റ്റീവ്. ഇതെന്താണ്? നോൺ കൈറാൽ ആണ്. ഇവിടെ നോക്കിയാൽ ഈ കാർബണിന്റെ ചുറ്റും നോക്കിയാൽ ഇത് ഒരേപോലെ അല്ലേ ഗ്രൂപ്പ്. ഇതെന്താ? CH2 CH3. ഈ കാർബൺ ഈ സൈഡിൽ നോക്കിയാൽ CH2 CH3 ഉണ്ടോ? ഇങ്ങനെയാ തന്നേക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ ആണത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇതിന്റെ നേരെ ആൻസർ എന്ത് എഴുതിക്കണം? ഒപ്റ്റിക്കലി ആക്റ്റീവ് കൈറാൽ സെന്റർ. ഇതിലെന്താണ് കൈറാൽ സെന്റർ ഉണ്ടോ? ഇല്ല കേട്ടോ, ഓർത്ത് നോക്കാം. വിച്ച് ഈസ്, ഈ രണ്ടെണ്ണം തന്നിട്ട് അത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് കണ്ടോ, ഓർത്ത് നോക്കാം. ഏതാ ആ ഡോട്ടഡ് എന്ന് പറഞ്ഞാല് കഴിഞ്ഞ വർഷം നമ്മള് ഓർഗാനിക് കെമിസ്ട്രി ഇല്ലേ, അതില് ഹെഡ്ജ് അല്ലെ 3D സ്ട്രക്ചർ ആണ്. ഒരെണ്ണം തന്റെ കണ്ണിന് നേരെ വരുന്നു. ഇത് എന്തായിരിക്കും? ആ ബുക്കിന്റെ ഡോട്ട്, ഞാൻ ഇപ്പൊ ഡോട്ട് വരക്കാൻ ആ വെച്ച് ബുക്കിന്റെ ബാക്കിലേക്ക് പോകുന്നു. ആ രീതിയിൽ 3D മനസ്സിലായി? ഇങ്ങനെ മനസ്സിലായി ഉണ്ടോ? ഓർത്ത് നോക്കാം. തന്റെ നേരെ ഒരെണ്ണം എന്റെ ബാക്കിലേക്ക് കണ്ടോ, ഓർത്ത് നോക്കാം. ആ രീതിയിൽ വരുന്ന അതാണ് ആക്ച്വലി ഓർത്ത് നോക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണം കേട്ടോ. അങ്ങനെയൊക്കെ ഉള്ളത് മനസ്സിലായി? നിങ്ങളുടെ ബുക്കില് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇങ്ങനെ ഈ കാർബൺ ഇല്ലേ, ഈ കാർബൺ അവര് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ കൊടുക്കും. കണ്ടോ, ഓർത്ത് നോക്കാം. 3D ആണ് ആക്ച്വലി വരിക കേട്ടോ, ഓർത്ത് നോക്കാം. ഇപ്പൊ ഇത് എടുത്തിട്ട് എനിക്ക് ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ കൊടുക്കും കേട്ടോ. ഓർമ്മയാണ്, കഴിഞ്ഞ വർഷം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ 3D ആയത്. ഇത് രണ്ടും ഈ എന്തിന്റെ പ്ലെയിനില്ല? ഇത് സാധാ വരയല്ലേ, അത് ഈ ബോർഡിന്റെ പ്ലെയിൻ ആണ്. ഇത് കണ്ടോ, ഓർത്ത് നോക്കാം. ഇത് നിങ്ങളുടെ കണ്ണിന് നേരെയാണ് വെച്ചിരിക്കുന്നത്. ഇത് ബാക്കിലേക്കാണ് കണ്ടോ. അപ്പൊ മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്നുള്ള ലെവലിലേക്ക് വരുന്ന രീതിയിൽ 3D കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഓർത്ത് നോക്കാം. ഇതിന് ആൻസർ എഴുതിയില്ലേ? ഏതാണ് കൈറാൽ സെന്റർ? എ കേട്ടോ. ഏത് കാർബണാറ്റം ആണ് ഇത് കേട്ടോ, റെഡിൽ വരച്ചേക്കുന്നത്. ഇത് കൈറാൽ സെന്റർ. വേറെ എന്തൊക്കെയാ? വേറെ നെയിം എന്താ ഇതിന്? അസിമെട്രിക് കാർബണാറ്റം, കൈറാൽ സെന്റർ, സ്റ്റീരിയോ സെന്റർ കേട്ടോ, ഓർത്ത് നോക്കാം. ഇതെല്ലാം ഒരേ പേരാണ് കേട്ടോ, ഓർത്ത് നോക്കാം. സ്റ്റീരിയോ സെന്റർ. അപ്പൊ സയന്റിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ എവിടെ നിന്ന് തുടങ്ങി? ഡെക്സ്ട്രോ ആൻഡ് ലീവോ അല്ലെ. ഡെക്സ്ട്രോ ആൻഡ് ലീവോ എന്ന് പറയുന്ന ഫിനോമിന കാണിച്ചു. ആ ഫിനോമിനയ്ക്ക് റീസൺ ചെക്ക് ചെയ്തപ്പോ അവർ പറഞ്ഞൊരു വേർഡാണ് കൈറാലിറ്റി. വാട്ട് യു മീൻ കൈറാലിറ്റി? നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് അല്ലെ, നോക്കാം. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് വരണമെങ്കിൽ എന്ത് ചെക്ക് ചെയ്താൽ മതി? അസിമെട്രിക് കാർബൺ ആറ്റം, കാർബൺ വാലൻസി 4 ഡിഫറെന്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്ത് വന്നാൽ മതി. ഇനി നെക്സ്റ്റ് അവിടെ കൊടുത്തേക്കുന്ന അടുത്ത ടേം എന്ന് പറയുന്നത് എനാൻഷ്യോമർ ആണ് കേട്ടോ, ഓർത്ത് നോക്കാം. നെക്സ്റ്റ് ഒന്ന് ഹെഡിങ് എഴുതി വെക്കാം. സബ് ഹെഡിങ് ആണ് കേട്ടോ, എനാൻഷ്യോമർ. EN സ്പെല്ലിംഗ് ഒന്ന് എഴുതി കേട്ടോ. ENANTIOMERS എനാൻഷ്യോമേഴ്സ്. ENANTIOMERS എനാൻഷ്യോമേഴ്സ്. എനാൻഷ്യോമേഴ്സിന്റെ ഡെഫിനിഷൻ ഇതാണ്: നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഓഫ് ഡെക്സ്ട്രോ ആൻഡ് ലീവോ ടുഗദർ ഈസ് നോൺ ആസ് എനാൻഷ്യോമർ കേട്ടോ. അപ്പൊ ആ വേർഡ് വരാനായിട്ടൊരു കാരണമുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് രണ്ട് ഒരേപോലത്തെ കുട്ടികൾ ഇങ്ങനെ പെട്ടെന്ന് നടന്നു വരികയാണ്. ഒരേപോലത്തെ രണ്ട് ചെറിയ കുട്ടികൾ. നിങ്ങളുടെ മനസ്സിൽ എന്ത് വരും? രണ്ട് ഒരേപോലത്തെ ചെറിയ കുട്ടികൾ പെട്ടെന്ന് വരികയാണ് എന്ന് കരുതാം. നിങ്ങളുടെ മനസ്സിൽ അവരെ കണ്ടാൽ എന്തായിട്ട് തോന്നും? ടിൻസ് ആയിട്ട് തോന്നും. ടിൻസ് അവരുടെ പേരാണോ? പിന്നെന്താണ്? ടിൻസ് എന്ന് പറഞ്ഞവരുടെ പേരാണോ? അല്ല, പിന്നെന്തിനാ അങ്ങനെ വിളിച്ചത്? ഒരേപോലെ ഇരിക്കുന്നു എന്ന് കരുതി സ്വഭാവം ഒരേപോലെ ആവും. ചെന്ന് നോക്കിയാൽ മതി കേട്ടോ. പിള്ളേരൊക്കെ നല്ല ഇടിവിടും. അപ്പോ രണ്ടുപേരും അല്ലെ ക്യാരക്ടർ വൈസ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. കണ്ടാൽ ഒരേപോലെ ഇരിക്കുന്നു, അതല്ലേ? കണ്ടാൽ ഒരേപോലെ. അതുപോലെ മിററിൽ നിങ്ങൾ അല്ലെ പോയി മിററിൽ കാണുന്നത് നിങ്ങൾ തന്നെയാണോ? അല്ലെ, ചെറിയൊരു വ്യത്യാസമുണ്ട് അല്ലെ. കണ്ട പക്ഷെ ഒരേപോലെയാണ് ഇരിക്കുന്നത് ഏകദേശം. അതുപോലെ ഇരിക്കുന്ന ആ രണ്ട് ആൾക്കാരെയും ഒരുമിച്ച് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ട്വിൻസ്. അതുപോലെ മിററിൽ നിങ്ങളെ കാണൂലേ, ആ നിങ്ങളെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എനാൻഷ്യോമർ. എന്ന് പറഞ്ഞാൽ മിററിൽ കാണുമ്പോൾ ഒരാൾ ഡെക്സ്ട്രോ ആണെങ്കിൽ മറ്റേ ആൾ എന്തായിരിക്കും? ലീവോ. മനസ്സിലായി? അപ്പൊ ഈ ഹാൻഡ് ഡെക്സ്ട്രോ, ഇത് ഡെക്സ്ട്രോ ആണെങ്കിൽ എന്തായിരിക്കും? ഇത് ലീവോ. റൈറ്റ് ഹാൻഡ് ഡെക്സ്ട്രോ എന്നുള്ള രീതിയിൽ ഓർത്ത് നോക്കുക. ഇപ്പുറത്തേക്ക് ഡീവിയേറ്റ് ചെയ്യും. കണ്ട ഏകദേശം ഒരേപോലെ ഇരിക്കും.
കേട്ടോ, ഓർത്ത് വെക്കാം. അങ്ങനെ ഇരിക്കുന്ന ഇതിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്ത്? എനാൻഷ്യോമർ. അപ്പോ ടെക്സ്റ്റ് ബുക്കില് നിങ്ങൾക്ക് മാറുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങൾ ഇപ്പൊ പറഞ്ഞേക്കുന്ന കൈറാലിറ്റിയുടെ ഡെഫിനിഷൻ എന്തായിരുന്നു? നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ്, അങ്ങനെ പറയും, ശരിയല്ലേ? ഡെക്സ്ട്രോയും ലീവും നോൺ സൂപ്പർ ഇമ്പോസിബിൾ അല്ലേ? അപ്പൊ ചില സ്ഥലത്ത് അങ്ങനെ എഴുതി, ചില ഗൈഡുകളിലും ബുക്കുകളിലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ഒരു 2 സ്ഥലത്ത് അങ്ങനെ ഒരേ വേർഡ് ഡെഫിനിഷൻ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനോടൊപ്പം ഒരു വേർഡും കൂടി ചേർക്കണം, ടുഗദർ ആണെന്നുള്ള വേർഡും കൂടി ചേർക്കണം കേട്ടോ. ഒന്ന് എഴുതി വെക്കുക. നോൺ സൂപ്പർ ഇമ്പോസിബിൾ എനാൻഷ്യോമറിന്റെ ഡെഫിനിഷൻ ആയിട്ട് എഴുതി വെക്കാം. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഓഫ് mirror image of dextro and levo. Non superimposable mirror image of dextro and levo. ബ്രാക്കറ്റിൽ എഴുതി വെക്കാം. സെയിം കോമ്പൗണ്ട്, ഒരു കോമ്പൗണ്ട് തന്നെ ആയിരിക്കണം കേട്ടോ, ഓർത്ത് വെക്കാം. നോൺ സൂപ്പറിംപോസിബിൾ മിറർ ഇമേജ് ഓഫ് ഡെക്സ്ട്രോ ആൻഡ് ലീവോ ടുഗദർ ഈസ് നോൺ ആസ് എനാൻഷ്യോമർ. നോൺ സൂപ്പറിംപോസിബിൾ മിറർ ഇമേജ് ഓഫ് dextro and levo together is known as enantiomer. എഴുതിയോ? ഓക്കെ, അടുത്ത ലൈനിൽ അപ്പൊ enantiomer കഴിഞ്ഞാൽ നെക്സ്റ്റ് 2 ടേം കൂടി ഉണ്ട്. ഒരു ടേം കൂടി നമുക്ക് എന്തായാലും എഴുതാൻ ടൈം ഉണ്ട്. റെസിമിക് മിക്സർ. ബോർഡിൽ ഈ ടോപ്പിക്കിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റേഷൻ അത് അവിടെ നിന്നാണ് വന്നേക്കുന്നത്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതാണ്. ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. റെസിമിക് മിക്സർ RACIMIC റെസിമിക് മിക്സർ കേട്ടോ. റെസിമിക് മിക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ കണ്ട അല്ലെ ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും നമ്മൾ കളഞ്ഞില്ല, അവിടെ ഇരിക്കുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചേ, ഇതാരായിരുന്നു? ഗ്ലൂക്കോസ്, ഇതായിരുന്നു ഫ്രക്ടോസ് അല്ലെ? ഓർത്ത് നോക്കാം. ഗ്ലൂക്കോസ് ഏതിലേക്ക് ഡിവൈറ്റ് ചെയ്തു? റൈറ്റിലേക്ക്. ഫ്രക്ടോസ് അല്ലെ ലെഫ്റ്റിലേക്ക് ലീവ് ചെയ്തു. അങ്ങനെ ഇത് ഏകദേശം 100 ml രണ്ടും ഉണ്ടെന്ന് കരുതാം. ഇയാൾക്ക് ഇഷ്ടമായില്ല, അത് രണ്ടും കൂടി മിക്സ് ചെയ്തൊരു ബീക്കറിൽ വെച്ചു. എന്ത് പറ്റും? അതിൽ കൂടി ലേസർ ലൈറ്റ് പാസ് ചെയ്ത് എന്ത് പറ്റും? നേരെ പോകും. വൈ? ഒരെണ്ണം ഡെക്സ്ട്രോണിക്, മറ്റേ ലീവോ ആണ്. അത് രണ്ടും ഈക്വൽ എമൗണ്ട് എടുത്ത് മിക്സ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? റെസിമിക് മിക്സർ. അതിന്റെ രണ്ടിന്റെ ആക്ടിവിറ്റി എന്താ? ക്യാൻസൽ ആയി പോകും. അപ്പൊ ഈക്വൽ അല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇപ്പുറത്തേക്ക് ഡീവിയേഷൻ വരും അല്ലെ? പുറത്ത് നോക്കാം. അപ്പൊ അതാണ് റെസിമിക് മിക്സർ. അപ്പൊ എങ്ങനെ ഡെഫിനിഷൻ എഴുതും? ഈക്വൽ എമൗണ്ട് ഓഫ് എഴുതി വെച്ചോ. ഈക്വൽ എമൗണ്ട് ഓഫ് ഡെക്സ്ട്രോ ആൻഡ് ലീവോ. ഈക്വൽ എമൗണ്ട് ഓഫ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്ന് എഴുതണം കേട്ടോ. ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആൻഡ് ലീവോ റൊട്ടേറ്ററി. ബ്രാക്കറ്റിൽ എഴുതി വെക്കാം. 50:50. മിക്ക വീടുകളിൽ ആ വേർഡ് ഉപയോഗിക്കാറുണ്ട്. 50:50. ഈക്വൽ എമൗണ്ട് ഓഫ്, രണ്ടും ഈക്വൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ കേട്ടോ. 50:50. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഈക്വൽ എമൗണ്ട് ഓഫ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആൻഡ് ലീവോ റൊട്ടേറ്ററി. Equal amount of dextro rotatory and levo rotatory mixed together to form optically inactive compound. Optically inactive എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി പോകും. optically inactive compound is known as racemic mixture. Optically inactive compound is known as racemic mixture. Optically inactive compound is known as racemic mixture. First of this process is known as racemization. RACEMISATION. This process is known as racemization. Example ശ്രദ്ധിക്കുക. ഇത് പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലസ് എന്താ? ഡെക്സ്ട്രോ റൊട്ടേറ്ററി. മൈനസ് എന്താ? ലീവോ റൊട്ടേറ്ററി. അങ്ങനെയുള്ള ഒരു ഒപ്റ്റിക്കൽ ആക്റ്റീവ് കോമ്പൗണ്ട് ഇത് കണ്ടോ. എന്തായിരിക്കും? 2-bromo butane കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി ബ്രോമിൻ മാറ്റി ഞാൻ OH പിടിപ്പിച്ചേക്കാം. അപ്പൊ എന്തായിരിക്കും? ബ്യൂട്ടൻ 2-ol കണ്ടോ. അപ്പൊ പ്ലസ് ഓർ മൈനസ് ബ്യൂട്ടൻ 2-ol കേട്ടോ. എക്സാമ്പിൾ എഴുതി നോക്കാം. ഐഡിയ മനസ്സിലായി? ഇത് ഒപ്റ്റിക്കൽ ആക്റ്റീവ് ആയിരിക്കണം. അതിന്റെ ഫ്രണ്ടിൽ പ്ലസ് ഓർ മൈനസ് എന്ന് കൊടുക്കും. പ്ലസ് ഓർ മൈനസ് ബ്യൂട്ടൻ 2-ol. ഇങ്ങനെയാണ് റെസിമിക് മിക്സർ എഴുതുക കേട്ടോ. പ്ലസ് മാത്രം എഴുതിയാൽ എന്താ? ഡെക്സ്ട്രോ റൊട്ടേറ്ററി. മൈനസ് എഴുതിയ ലീവോ അല്ലെ? ഇത് രണ്ടും കൂടി വരുമ്പോഴാണ് പ്ലസ് ഓർ മൈനസ് ബ്യൂട്ടൻ 2-ol എന്ന് പറയാം കേട്ടോ. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഏതാ?
അയ്യോ ഇത് പെൻഡ് ആയിരുന്നു. 1 2 3 4 5 ഇത് പെൻഡ് കേട്ടോ. ഓക്കെ, ബ്യൂട്ട് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, പെൻഡ് ബ്യൂട്ട് അതൊക്കെ സെയിം ആയിട്ട് വരും. പ്ലസ് ഓർ മൈനസ് ബ്യൂട്ടൻ 2 വോൾട്ട്. നെക്സ്റ്റ് അടുത്തൊരു ചെറിയൊരു ഹെഡിങ് കൂടി ഉണ്ട്. കൂടിയൊക്കെ എഴുതി കഴിഞ്ഞാൽ ടോപ്പിക് തീരും. റിട്ടൻഷൻ കേട്ടോ. അടുത്തൊരു ടോപ്പിക് RETENTION റിട്ടൻഷൻ. റിട്ടൻഷൻ പറയുന്നത് പ്രിസർവേഷൻ ഓഫ് ദ സ്പേഷ്യൽ ഇന്റഗ്രേഷൻ ഓഫ് അസിമെട്രിക് കാർബൺ ആറ്റം ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഇത് അസിമെട്രിക് ആണ് അല്ലെ, അസിമെട്രിക് ആണ്. ഒരു കെമിക്കൽ റിയാക്ഷൻ വരുന്ന സമയത്ത് ഇവിടെ ഈ കോമ്പൗണ്ട്, ഈ കാർബൺ അസിമെട്രിക് ആയിട്ട് തന്നെ നിൽക്കാനായിട്ടൊരു ടെൻഡൻസി ഉണ്ട്. ആ ടെൻഡൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? റിട്ടൻഷൻ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ ഒരു കാർബണാറ്റം ആണ്. അപ്പൊ ആ കാർബണാറ്റത്തിന് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു കാർബണാറ്റം ആണ്. ഇവിടെ എ, ഇത് ബി, ഇത് സി. ഏത് വേണമെങ്കിലും ആകാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു എക്സ് ഉണ്ട്. എക്സ് നല്ല ഹാലജൻ ആണ് അല്ലെ, പുറത്ത് നോക്കാം, ഹാലജൻ. അപ്പൊ ഈ കോമ്പൗണ്ടിലേക്ക് നിങ്ങൾ വീണ്ടും ഒരു എ ആണ് ഇടുന്നതെന്ന് കരുതാം. എ ഇട്ട് കഴിഞ്ഞാൽ എക്സ് പോയി എ വന്നാൽ തോറ്റും, രണ്ടും ഒരേപോലെ ആവും അല്ലെ, ഓർത്ത് നോക്കാം. അങ്ങനെ ഇട്ട് ആ റിയാക്ഷൻ നടക്കാനായിട്ട് അത് സമ്മതിക്കൂല. അപ്പൊ ഈ കോമ്പൗണ്ട് ഇതിലേക്ക് ഞാൻ എ ഇടാണെന്ന് കരുതാം. വീണ്ടും എ എന്ന് പറഞ്ഞ ഇത് അങ്ങനെ വന്നാൽ തോറ്റും, എക്സ് പോയിട്ട് അവിടെ എന്ത് വരും? എ വരും. അപ്പൊ രണ്ടും സെയിം ആവൂല്ലേ? അപ്പൊ അസിമെട്രിക് ആവോ? ഇല്ല, അതിന്റെ ആ പ്രോപ്പർട്ടി ലൂസ് ആവും. അപ്പോ ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് ഒന്ന് ശ്രദ്ധിക്കുക. പ്രിസർവ് ചെയ്യുക. എന്ത്? സ്പേഷ്യൽ ഇന്റഗ്രേഷൻ. സ്പേഷ്യൽ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അസിമെട്രിക് ആയിട്ട് നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഈ കാർബണാറ്റത്തിന്. ആ ടെൻഡൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിട്ടൻഷൻ. അപ്പൊ ഒരു കാർബണാറ്റം നിങ്ങളാണെന്ന് കരുതുക, നിങ്ങൾക്ക് ചുറ്റും ഡിഫറെന്റ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. മനസ്സിലായി? ഓർത്തോ, അത് മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണതിനെയാണ് എന്ത് വിളിക്കുന്നത്? റിട്ടൻഷൻ. ഇപ്പൊ ഇയാൾക്ക് ഒരു വാച്ച് ഉണ്ടെന്ന് കരുതാം. ഓക്കെ, റാഡോന്റെ വാച്ച്, വേറൊരു റാഡോന്റെ വാച്ച് തന്നു കഴിഞ്ഞാൽ ഇയാൾ പറയും എനിക്ക് വേണ്ട എന്ന് പറയും. മനസ്സിലായി? ആ സമയത്ത് റോളക്സ് അതിന് വരും തരുന്നു, കൊള്ളാം, റാഡോ മാറ്റി റോളക്സ് ആക്കാം അല്ലെ. അങ്ങനെ ആക്കുമ്പോൾ ഒരു ഇത് വരും. ഒരേപോലത്തെ ഇയാൾ എന്ത് ചെയ്യില്ല, ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലെ. ഇപ്പൊ ഇതേ ടീഷർട്ട് തന്നെ ഒരു 5-6 വാങ്ങിച്ചെന്ന ഇഷ്ടമാവോ എനിക്ക്? ഇല്ല. എന്തുകൊണ്ടോ? താൻ ഡിഫറെന്റ് ആവാനായിട്ടല്ലേ. അത് തന്നെ കാർബൺ കണ്ടോ, ഈ കാർബൺ എല്ലാം ഡിഫറെന്റ് ആയിട്ടിരിക്കണം അല്ലെ, ഓർത്ത് വെക്കാം. അതേപോലെ ഒന്ന് ആലോചിക്കുക. അപ്പോ ആ ടെൻഡൻസിയാണ്, മനസ്സിലായി? അങ്ങനെയുള്ള ആ ഒരു മൈൻഡിന്റെ ഒരു നേച്ചർ, അതുപോലെ കാർബണോ ആലോചിക്കാം. അപ്പൊ ഡെഫിനിഷനിൽ ആ വേർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. എന്താ വേർഡ്? പ്രിസർവേഷൻ. എന്ത് പ്രിസർവ് ചെയ്യുന്നു അല്ലെ, നോക്കാം. ടെൻഡൻസി ഒന്ന് എഴുതി വെക്കാം. ഇക്വേഷൻ എഴുതിക്കോ കേട്ടോ. ഇതുപോലെയല്ല, ഇവിടെ y കൊടുത്തിട്ട് y വരുന്നു, ഇവിടെ y. ഇത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനാ. അപ്പൊ എക്സ് പോയിട്ട് എന്ത് വരും? y കേട്ടോ. ഓർത്ത് നോക്കാം. സി എ ബി സി ഉണ്ടോ? ഓർത്ത് നോക്കാം. ഇവിടെ എന്ത് വരും? y. ഓക്കെ, വേഗം വരച്ചു. ഉണ്ടോ? എക്സ് പോയിട്ട് y വന്നാ ഓക്കെ ഉണ്ടോ? അല്ലാതെ എക്സ് പോയിട്ട് സി വരാൻ പറ്റുമോ? ഇല്ല, ഒരേപോലെയുള്ള വരരുത്, അത്രേ ഉള്ളൂ. ഒന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള വന്ന അപ്പൊ ഈ കാർബണാറ്റത്തിന് ചുറ്റിനും എന്താണ് അല്ലെ, അസിമെട്രിക് ആയിട്ട് തന്നെ വരും. ഇനി ആ ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് എഴുതി വെച്ചു കേട്ടോ. എന്റെ താഴെ എഴുതി വെച്ചു. The preservation of integrity of the spatial arrangement of bond. The preservation of integrity. The preservation of integrity of the spatial arrangement of bond. Spatial arrangement of bond. Spatial arrangement of bonds to an asymmetric center. To an asymmetric center. To an asymmetric center during chemical reaction. During a chemical reaction. The preservation of integrity of the spatial arrangement of bonds to an asymmetric center during a chemical reaction. During a chemical reaction. ഇത്രേ ഉള്ളൂ കേട്ടോ. നോക്കാം. അപ്പോ ഇത്രയും വരെ നിൽക്കട്ടെ കേട്ടോ. ഒന്നുകൂടി പറയാം. എവിടം വരെ പറഞ്ഞു? എവിടം വരെ എഴുതി? The preservation of spatial integrity. The preservation of
spatial integrity of the spatial arrangement of bonds to an asymmetric center during a chemical reaction. During a chemical reaction. കേട്ടോ ഓർത്ത് നോക്കാം. ദെൻ ആരെങ്കിലും ഒരാള് ഇന്നെടുത്ത ടോപ്പിക്സ് ഓർഡറിൽ പറഞ്ഞാലേ വിടുള്ളൂ. ആരെങ്കിലും ഒരാള് കേട്ടോ ഓർത്ത് നോക്കാം. ഇന്നെടുത്ത ടോപ്പിക്സ് ഓർഡറിൽ പറയണം. ഇന്ന് എന്തെടുത്തു ഇതുണ്ടോ ഓൺലൈനിൽ ആരോണൊക്കെ പറയാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അത് നിൽക്കാം കേട്ടോ, ഇവര് പറയട്ടെ കേട്ടോ, എന്നിട്ട് പറയാം കേട്ടോ. അവരത്രയും ചലഞ്ചിങ് ആയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് കേട്ടോ. ഓക്കെ വാ പറഞ്ഞു. ആരെങ്കിലും കറക്റ്റ് ഓർഡറിൽ പറയണം. ഞാൻ സമ്മതിക്കുന്നു. കെമിക്കൽ പ്രോപ്പർട്ടി ആണ്. ഓക്കെ കറക്റ്റ് ഓർഡർ ആയിരിക്കണം. അത് വേണ്ട വേണ്ട. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ മെയിൻ ഹെഡിങ് എന്തായിരുന്നു? ആദ്യത്തെ മെക്കാനിസം ആദ്യത്തെ എന്തായിരുന്നു? കറക്റ്റ് ഓർഡർ ആയിരിക്കും. റൈറ്റ് ആണ്. ഇയാൾ പറഞ്ഞത് തെറ്റി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും കൊണ്ടും പറയിപ്പിക്കും ഓർഡറിൽ. അത് കഴിഞ്ഞ എന്തായിരുന്നു? ഹെഡിങ്സ് മാത്രം പറഞ്ഞാൽ മതി. സ്റ്റീരിയോ കെമിസ്ട്രിയിൽ കറക്റ്റ് ഓർഡർ ആയിരിക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. അല്ല തെറ്റി. കൈറാലിറ്റി കേട്ടോ. ഓർത്ത് നോക്കാം. ദെൻ ബാക്കി അവിടെ നിന്ന് പറയാൻ റെഡി ആയിട്ട് നിൽക്കുന്നു. അത് ഓർഡറിൽ പറഞ്ഞാൽ മതി. അവിടെ അയാൾ തെറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ എല്ലാവരും കൊണ്ട് പറയിപ്പിക്കും കേട്ടോ. ഉറപ്പാണ്. ഓക്കെ. അസിമെട്രിക് കാർബൺ ആറ്റം റൈറ്റ് ആണ്. എനാൻഷ്യോമർ ബാക്കി ആൾക്കാർ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. റസമിക് മിക്സർ കേട്ടോ. ആ വേർഡുകൾ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ, എന്നിട്ട് വിടാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് നോക്കിയിട്ട് വേണം കേട്ടോ. ഓർഡറിൽ കിട്ടണം എനിക്കത്, എന്നാലേ കിട്ടുള്ളൂ. ഫസ്റ്റ് ഒപ്റ്റിക്കൽ ഐസോമറിസം, അതിന്റെ ഡെഫിനേഷൻ എഴുതി. സെക്കൻഡ് കൈറാലിറ്റി. സെക്കൻഡ് എന്തായിരുന്നു? കൈറാലിറ്റി. തേർഡ് അസിമെട്രിക് കാർബൺ ആറ്റം. ഫോർത്ത് എനാൻഷ്യോമർ. ഫിഫ്ത്ത് റസമിക് മിക്സർ. സിക്സ്ത് റിട്ടൻഷൻ കേട്ടോ. അപ്പൊ അതിൽ ആ ഒപ്റ്റിക്കൽ ഐസോമർസ് എന്ന് പറയുന്ന ഹെഡിങ് മാറ്റി കഴിഞ്ഞാൽ 5 ടോപ്പിക് ഉള്ളൂ. ആ 5 ടോപ്പിക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഒന്ന് ഒരുമിച്ച് പറയാം, നല്ല സൗണ്ടിൽ പറഞ്ഞാൽ വിടുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. ഓൺലൈനിൽ പറയണം കേട്ടോ, നിങ്ങളും പറയണം, എന്നാലേ വിടുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. കൈറാലിറ്റി, അസിമെട്രിക് കാർബൺ ആറ്റം, എനാൻഷ്യോമർ, റസമിക് മിക്സർ, റിട്ടൻഷൻ കേട്ടോ. ഓക്കെ, വേറെ ഏതെങ്കിലും ചാപ്റ്റർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് പോകണം കേട്ടോ. ക്ലിയർ ചെയ്ത് പോവാം.